സഖാഫി ഉസ്താദ്, മറ്റുള്ള പണ്ഡിതന്മാർ, നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാർ, നേതാക്കൾ, കരളിന്റെ കഷ്ണങ്ങളായ വിദ്യാർത്ഥിനികൾ, പിന്നെ ഉമ്മമാർ, എല്ലാവർക്കും അള്ളാഹു ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ദോഷങ്ങളൊക്കെ പുറത്തു തന്നു. വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും ഒക്കെ അള്ളാഹു നീക്കി തരട്ടെ. എല്ലാ മാസവും ഇവിടെ സലാത്ത് നടക്കുന്നുണ്ട് അല്ല? എവിടെ വെച്ചിട്ട് നടക്കുന്ന പള്ളി? എത്ര ആളുണ്ടാവും? നാരിയത്ത് സലാത്തിന്റെ വാർഷിക വേദികയാണ്. ഹുബ്ബുർ റസൂൽ മദ്ഹ് പറയുന്ന സദസ്സാണ്. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട വലിയൊരു സയ്യിദ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. എല്ലാം കൊണ്ടും വലിയ സന്തോഷമുള്ള സമയമാണ്. ഈ സമയത്ത് നാരിയത്ത് സലാത്ത് നമ്മൾ എന്തിനു ചൊല്ലുന്നു? എല്ലാ മാസവും നമ്മൾ എത്തിപ്പെടുന്നത് എന്തിനാണ്? അതിന്റെ ഉള്ളടക്കം എന്താണ് എന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ഈ സദസ്സ് പിരിയാൻ. നാരിയത്ത് സലാത്ത് മഹാന്മാർ അതിന് പേര് വെച്ചത് നാരിയത്ത് എന്നാണ്. നാരിയത്ത് എന്ന് പറഞ്ഞാൽ തീ പോലുള്ളത്, തീ പെട്ടെന്ന് ആളിപ്പടരുന്നതും റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതുമാണ്. ഒരു കടലാസിന് തീ കൊടുത്താൽ 2 മിനിറ്റ് കൊണ്ട് ആ കടലാസ് ഇല്ലാതാകും. കത്തിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. ആ ഉദ്ദേശം സഫലമാക്കി തരുന്നു തീ. തീ കൊണ്ടൊരു ചായ ഉണ്ടാക്കാൻ നോക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഉദ്ദേശം സഫലമാകുന്നുണ്ട്. തീ കൊണ്ട് സ്വർണത്തിനെ ഉരുക്കി അതിന് തീ കൊടുത്ത് അതിനെ മുട്ടി കൊണ്ട് 4 അടി കൊടുത്ത് അതിന്റെ കറകളൊക്കെ നീക്കിയാൽ സ്വർണം ക്ലിയർ ആവുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ തീ വേഗതയിൽ റിസൾട്ട് തരുന്ന ഒന്നാണ്. ആ പേര് തന്നെയാണ് നാരിയത്ത് സലാത്ത് എന്ന ഈ നമ്മൾ ചൊല്ലി വരുന്ന സലാത്തിനും പേര് വെച്ചിട്ടുള്ളത്. ഒരാൾ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് 41 പ്രാവശ്യം ആ സലാത്ത് ചൊല്ലിയാൽ അവന് ആ ഉദ്ദേശം സഫലമാകുമെന്നല്ലേ? എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും 11 സലാത്ത് ഉസ്താദുമാര് ചൊല്ലാറുണ്ട്. നാരിയത്ത് സലാത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞു കേട്ടാൽ ഉടനെ ഒരു വോയിസ് വരും ഉസ്താദുമാരുടെ. എല്ലാവരും ദുആ ചെയ്യണം, ഇന്നാലിന്ന ഒരാള് രോഗത്തിലാണ്. 11 നാരിയത്ത് സലാത്ത് എല്ലാവരും ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. അതാ നാരിയത്ത് സലാത്ത് തന്നെ പറയുന്നത്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലാ, പരിപൂർണമായ സലാത്ത് നീ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലണേ. അല്ലാഹുവേ നീ സലാത്ത് ചൊരിയണേ. വസല്ലിം സലാമൻ താമാ, പരിപൂർണമായ ഒരു കുറവും വരുത്താത്ത പൂർണമായ സലാമും നീ ചൊരിയണേ. പടച്ച റബ്ബിനോട് നമ്മൾ പറയുകയാണ്, സലാത്തൻ സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്. ആ മുത്തുനബിയുടെ പേര് പറഞ്ഞാൽ ഏത് വലിയ കെട്ടുകളും അഴിഞ്ഞു പോകും കേട്ടോ. കെട്ടുകൾ എങ്ങനെയാണ് വരുന്നത്? തടസ്സങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ഏത് വിഷയത്തിന് നമ്മൾ ഇറങ്ങിയാലും ആ വിഷയത്തിന്റെ തടസ്സം നമ്മുടെ കൺമുന്നിൽ കാണുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ദോഷം കാരണമാണത് സംഭവിക്കുന്നത്. ഒരുപാട് ദോഷങ്ങൾ ചെയ്യുമ്പോ അള്ളാഹു അവന് ഒരു കുടുക്ക് നൽകും. ആ കുടുക്ക് കാരണമായി അവൻ ചെയ്യുന്ന പ്രവർത്തനത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും. ومن أعرض عن ذكري فإن له معيشة ضنكا قال الله عز
عز وجل جل جلاله سبحانه وتعالى لا إله إلا هو ومن أعرض عن ذكري എനിക്ക് ദിക്ർ ചൊല്ലുന്നത് ഒരാൾ നിർത്തിയാൽ ദിക്ർ ചൊല്ലുന്നില്ല. ഏറ്റവും വലിയ ദിക്ർ നിസ്കാരമാണ്. ആ ദിക്ർ മനസ്സിലില്ല, അള്ളാന്റെ ഓർമ്മയില്ല. അവൻ രാവിലെ എഴുന്നേൽക്കുന്നു, അവല് സുബഹിക്ക് എഴുന്നേൽക്കുന്നു, 4 മണിക്ക് എഴുന്നേൽക്കുന്നു. എന്നിട്ടോ കൈയൊക്കെ കുടഞ്ഞ് വാക്കിംഗ് നടത്തുകയാണ്. അവന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടാകാൻ, അവന്റെ വയറ് കുറക്കാൻ, അവന്റെ കൊളസ്ട്രോൾ കുറക്കാൻ, ഷുഗർ കുറക്കാൻ. പക്ഷേ അവന്റെ ശരീരത്തിനുള്ള ആ ഒരു പ്രയത്നവും അവൻ നടത്തുന്നതിന് മുമ്പ് എന്റെ ഉള്ളിൽ ഞാനെന്ന യഥാർത്ഥ ശക്തിയായ റൂഹുണ്ട്. ആ റൂഹിന്റെ മരുന്ന് ദിക്റാണ്. ആ റൂഹിന്റെ ആരോഗ്യം ദിക്റാണ്. എഴുന്നേറ്റ സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൻ നുശൂർ. രാവിലെ കണ്ണ് തുറന്ന ഉടനെ ദിക്ർ ചൊല്ലണമെന്ന് പഠിച്ചവരാണ് നമ്മൾ. ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ ദിക്ർ ചൊല്ലുന്നവരായിരിക്കും. പക്ഷേ മറന്നുപോയ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ബിസ്മി ചൊല്ലി പുറത്തിറങ്ങുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാ ശക്തിയും അല്ലാഹുവിന് മാത്രമാണ്. അവൻ തന്ന ശക്തിയല്ലാതെ, അവൻ തരുന്ന കാര്യങ്ങളല്ലാതെ ഞങ്ങൾക്ക് ഇല്ല. നമ്മുടെ സമ്പത്തും തോട്ടവും കാണുമ്പോ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത് അല്ലാഹു ഉദ്ദേശിച്ചപ്പോൾ എനിക്ക് തന്നിട്ടുള്ള സമ്പത്താണ്, ഇതിന് എന്റെ ഒരു കഴിവും ഇല്ല. ഇത് ഒരാള് മനസ്സാ പറഞ്ഞ് നാവുകൊണ്ട് ഉച്ചരിക്കുമ്പോ എല്ലാത്തിലും ദിക്ർ കൊണ്ട് കാവലേർപ്പെടുത്തുകയാണ്. അതൊന്നും ചെയ്യാത്ത ഒരുത്തൻ രാവിലെ തന്നെ എഴുന്നേറ്റ് നടക്കുന്നു, പിന്നെ വന്ന് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ അവന്റെ ജോലിക്ക് പോകാനായി വൈകുന്നേരം വരെ വിയർത്ത് കുളിച്ച് അവനതാ പണം സമ്പാദിക്കുന്നു. വൈകുന്നേരം വന്നൊന്ന് കുളിച്ച് അങ്ങാടിയിൽ പോയി 4 ബടായി അങ്ങ് പൊട്ടിക്കുന്നു. പിന്നെ ഇശാവുമില്ല, മഗ്രിബുമില്ല, ഹദ്ദാദുമില്ല, ഒന്നുമില്ല. ഖുർആൻ അവന്റെ വീട്ടിൽ അങ്ങനെ കിടക്കുകയാണ്. അവൻ ഉറങ്ങിയതാ. നമുക്ക് കണ്ടാൽ അറപ്പ് തോന്നുന്ന നായയെ പോലെ, പന്നിയെ പോലെ അവന്റെ ജീവിതം ഇങ്ങനെ ദിക്റില്ലാതെ, അള്ളാഹുവിന്റെ ഓർമ്മയില്ലാതെ ഇങ്ങനെ പോകുന്നു. അവൻ വന്നിടത്തൊക്കെ ആളുകൾക്ക് തടസ്സമാണ്. ഒരുത്തന്റെ മുമ്പിൽ ചെന്ന് ചാടിയാൽ അവൻ അതിരാവിലെ കണ്ടാൽ അവന്റെ ആ ദിവസം പോക്കാണ്. നിങ്ങൾ ഖുർആൻ പറയാണോ, എന്റെ ദിക്റിനെ തൊട്ട് ഒരാൾ പിന്തിരിഞ്ഞാൽ അവന് ദിക്റില്ല. ദിക്ർ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ദിക്ർ നിസ്കാരം എന്ന് പറഞ്ഞല്ലോ. അഖ്മിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരത്തെ കറക്റ്റ് നിസ്കരിക്കണം. അഖ്മിസ്സലാ, നിസ്കരിക്കണമെന്നല്ല പറഞ്ഞത്, നിസ്കാരത്തെ നിലക്ക് നിങ്ങൾ കൊണ്ടു നടക്കണം. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം, വളരെ ഇഖ്ലാസോടെ നിസ്കരിക്കണം. മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ പാലിക്കണം. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ജീവിതത്തിൽ വലിയ പ്രയാസമൊന്നും അവന്റെ കാരണം കൊണ്ടുണ്ടാവൂല. ദിക്റും ഓത്തും നിസ്കാരവും മൗലിദുമൊന്നും ഇല്ലാത്ത ഒരുത്തന് നാരിയത്ത് സലാത്ത് ചൊല്ലാറേ ഇല്ല. ഈ നാട്ടിനെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ നാരിയത്ത് സലാത്ത് ഇപ്പോ ദുആക്ക് മുമ്പ് ദുആയിൽ പറയുമ്പോ ചെറിയ കുഞ്ഞുങ്ങളുടെ നാവ് ഇവിടെ അരങ്ങുന്നത് കണ്ടു. നാരിയത്ത് സലാത്ത് മനപ്പാടമുള്ള കൊച്ചുമക്കളുള്ള മുണ്ടാടി
അത് വലിയൊരു പ്രദേശം തന്നെയായി മാറ്റിയിരിക്കുകയാണ് അള്ളാഹു ഇനിയും പുരോഗതി നൽകട്ടെ. പുരോഗതിക്ക് കാരണമാണ് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ദിക്റും സ്വലാത്തും മൗലിദും കഴിക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഖുർആൻ പറയാണ് ഫഇന്ന ലഹു മഈശതൻ വൻകാ, അവന് കുടുസായ ജീവിതമായിരിക്കും നൽകുക. ഏത് വിഷയത്തിന് പോയാലും അവന്റെ കാര്യം പകുതിയിൽ ഔട്ട്, അതെവിടെയും എത്തുന്നില്ല. ജോലിക്ക് ശ്രമിച്ചു, ശരിയായ ജോലി കിട്ടുന്നില്ല, കിട്ടിയാലോ അത് നിലനിൽക്കുന്നില്ല, നിന്നാലോ കിട്ടുന്ന ശമ്പളത്തിൽ ബർക്കത്തില്ല, ഒന്നും അവന് എടുത്തു വെക്കാൻ കഴിയുന്നില്ല, ജീവിതത്തിൽ സെറ്റിൽമെന്റ് ആവുന്നില്ല, വലിയ തടസ്സമാണ്. പടച്ച റബ്ബിനോട് കൈയുയർത്തി ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തരം കിട്ടാൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവസ്സുൽ ചെയ്യണം. നമ്മുടെ ഏറ്റവും വലിയ തവസ്സുൽ ആരാണെന്നറിയോ? അല്ലാഹുവിലേക്കുള്ള വസീല, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ പേര് പറഞ്ഞാൽ ആ പേരിന്റെ ബർക്കത്ത് കൊണ്ട് ദുആ സ്വീകരിക്കും. അതാണ് നാരിയത്ത് സിലാത്തിൽ പറയുന്നത് തൻഹല്ലു ബിഹി, മുത്തുനബിനെ കൊണ്ട് അഴിയും അൽ ഉഖദു, കെട്ടുകൾ. സ്വന്തം ജീവിതത്തിൽ ഉണ്ടായ ശാപം, അതാണ് ഈ കെട്ട്. അല്ലെങ്കിലോ ഏതെങ്കിലും ശൈത്താനിനെ സേവിക്കുന്ന ആളുകൾ കെട്ട്, അവർ കെട്ടി തന്ന കെട്ട് സിഹ്ർ. ആ സിഹ്റിന്റെ കെട്ടാണ് നിന്റെ മൂർധാവിലുള്ളത്, നിന്റെ കാലുകൾക്കുള്ളത്, നിന്റെ കൈക്കുള്ളത്, നാവിനുള്ളത്. എവിടെ പോയാലും ഒരു മുടക്കല്ലേ, ഒരുപക്ഷേ അത് സിഹ്റായിരിക്കും കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞെടുത്ത് അവിടുത്തെ സലാത്ത് ചൊല്ലിയ സ്ഥലത്ത് ആ കെട്ടുകൾ അഴിഞ്ഞു പോയി. ദുഃഖങ്ങൾ അവിടത്തെ കൊണ്ട് അത് തുറസ് കിട്ടിപ്പോയി, മാറിപ്പോയി, നീങ്ങിപ്പോയി. മനസ്സിന് സന്തോഷമുള്ള പകരം തരുന്നു. വലിയ വേദനകൾ മനസ്സിൽ നിറയുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി നോക്ക്. സ്വലാത്ത് ഒരു ആനന്ദമാണ്, അത് മനസ്സിൽ ദുഃഖങ്ങളെ മാറ്റിത്തരും. അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പറഞ്ഞാൽ ദുഃഖം മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ല ദുഃഖവും ബാധിച്ചാൽ ഇദാ ഹസബഹു അംറുൻ ഫസിയ ഇലസ്സലാഹ്, ഉമ്മമാരെ കേട്ടോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വല്ല ടെൻഷനും ബാധിച്ചാൽ വേഗം നിസ്കാരത്തിലേക്ക് ഓടലാണ്. വുളു എടുത്തുകൊണ്ട് ഞാനിപ്പോ ഒരു ചെറിയ കുഞ്ഞിന്, ഇന്നലെ പ്രസവിച്ച കുഞ്ഞ് വഫാത്തായി, ആ കുഞ്ഞിന് മയ്യത്ത് നിസ്കരിച്ചുകൊണ്ടാണ് വരുന്നത്. അല്ലാഹു ആ കുഞ്ഞിന്റെ ഉമ്മാക്കും ഉപ്പാക്കും ആഖിറത്തിൽ വിജയിക്കാനുള്ള വലിയ നിധിയാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ല ടെൻഷനും ബാധിച്ചാൽ നിസ്കാരത്തിലേക്ക് ഓടുമെന്ന് പറഞ്ഞില്ലേ? നിസ്കരിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ വുളു എങ്കിലും എടുക്കണമെന്നാണ്. ദുഃഖം മാറാൻ ഒരു വുളു എടുത്താൽ തന്നെ അള്ളാന്റെ പേര് പറഞ്ഞൊരു ദുആ നടത്തിയിട്ടല്ലേ നമ്മള് വുളു എടുക്കുന്നത്. ആ വുളുയിലൂടെ മനസ്സിന്റെ ദുഃഖം മാറും. അത് മാറാനുള്ള ഒരു മന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമുണ്ട്. ദുആഉൽ കർബ്. ദുആഉൽ കർബ് അറിയാലോ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം എന്ന് തുടങ്ങുന്ന ദുആഉൽ കർബ് എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ അത് കിട്ടും. മൊബൈലില് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ദുആഉൽ കർബ്.
അപ്പൊ വരും. അത് ധാരാളമായി ചൊല്ലിയാൽ നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്തു, മനസ്സ് വേദനയാവുകയാണ്. നമ്മളെ ഒരാൾ ഒറ്റപ്പെടുത്തി, മനസ്സ് മുറിയുകയാണ്. നമ്മളോട് നല്ല സ്നേഹമുള്ള ഒരാൾ പിണങ്ങിയിട്ട് നമ്മളോട് മിണ്ടുന്നില്ല, ഭർത്താവ് മിണ്ടുന്നില്ല, ഭർത്താവിന്റെ ഉമ്മ ചൊടിയാണ്. നല്ല അടുത്ത് ഫ്രണ്ടായിട്ട് കഴിയുന്ന ഒരാള് നമ്മളോട് മിണ്ടുന്നില്ല, അപ്പുറത്തെ വീട്ടിലെ എന്നോട് മിണ്ടുന്നില്ല എന്നൊരു പെണ്ണ്. എന്നാൽ ഈ ദുആവിൽ കർബ് ചൊല്ലിക്കോ, നിന്റെ പ്രഷർ കൂടാതെ, നിനക്ക് ടെൻഷൻ തലക്ക് കയറാതെ ആ ദിക്ർ നിന്നെ കാത്തുകൊള്ളുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ക്ഷമ ഒരുത്തന് വരാൻ എന്തെല്ലാം മരുന്നുണ്ടോ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്താൽ ക്ഷമക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ചെറുതല്ല. ക്ഷമിച്ചാൽ അതൊരു 100 രൂപ വീണിട്ടാണെങ്കിൽ ശരി, 100 രൂപ നമുക്ക് ഉപ്പ തന്ന് മോനെ, അതിങ്ങനെ കീശയിലിടുമ്പോ ഒട്ടായിട്ട് കൂടായി, എന്തൊരു ബേജാറാണ് അല്ലെ. അപ്പൊ ഇത് അള്ളാഹു കണക്കാക്കിയതാണ് എന്ന് ഒരു മനുഷ്യൻ നെഞ്ചിൽ കൈവച്ച് ചിന്തിച്ചാൽ ദുഃഖങ്ങൾ മാറിപ്പോകും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞ അതേ കണക്കേ ആ സബർ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ദുഃഖം ഇല്ലാതാകും. ചെറിയൊരു കുഞ്ഞ് മരിച്ചിട്ട് മറമാടി, ആ കുഞ്ഞിന്റെ ഉമ്മ മകനെ ഓർത്ത് അല്ലെങ്കിൽ ആ മരിച്ച മകളെ ഓർത്ത് ഖബറിന്റെ അടുത്ത് വന്ന് കരയുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലൂടെ നടന്നു വരികയാണ്. അപ്പൊ പറഞ്ഞു, ഇസ്ബിരി യാ ഉമ്മ, നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കാതെ പറഞ്ഞു, ആരത്? എനിക്ക് ബാധിച്ച ദുഃഖം നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ല, എന്റെ അടുത്തുനിന്ന് പോയിക്കോ, എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. ആ ഉമ്മാക്ക് അറിയില്ലായിരുന്നു അത് പറഞ്ഞ ആള് ആര് എന്ന്. അത് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ നാട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സയ്യിദ് ശറഫുദ്ദീൻ തങ്ങളെ ലൈദറൂസി തങ്ങൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. നമ്മുടെ മുണ്ടാടിയുമായി അഭേദ്യ ബന്ധമുള്ള മഹബത്തുള്ള വലിയ സയ്യിദ് അവർകൾ, അല്ലാഹുവേ ഈ വർഷവും നമ്മുടെ ഈ മീലാദ് പരിപാടിയിലേക്ക്, നമ്മുടെ നാരിയത്ത് സലാത്തിന്റെ വാർഷിക വേദികയിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ലക ശുക്റു മിൻ ഖുലൂബിനാ യാ സയ്യിദി. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ച് ഇങ്ങോട്ട് വരും. അതുവരെ നമ്മൾ പറഞ്ഞ വിഷയത്തെ കുറച്ചങ്ങ് പൂർത്തിയാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വന്നത് എന്ന് ആ ഉമ്മാക്ക് അറിയില്ല. ഉമ്മ ബേജാറോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടുവാതിൽക്കൽ എത്തി. എനിക്ക് അറിഞ്ഞിട്ടില്ലായിരുന്നു നബിയേ, ഈ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അറിയാതെ ഞാൻ എന്തോ പുലമ്പിപ്പോയി. ഈ സാധുവായ ഉമ്മയോട് പൊറുക്കണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാരമില്ല, ഇന്നമ സബ്റു ഇൻദ സദമത്തിൽ ഊലാ. ഞാൻ പറയട്ടെ ഉമ്മ, എല്ലാ ഉമ്മമാരും കേൾക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷമ എന്ന് പറയുന്നത്, സബറെടുക്കുക എന്ന് പറയുന്നത്, ക്ഷമിക്കുക, സബറെടുക്കുക എന്ന് പറയുന്നതിന്റെ യഥാർത്ഥമായ കൂലി കിട്ടുന്ന യഥാർത്ഥ ക്ഷമ എന്ന് പറയുന്നത് ഇൻദ സ്വദമത്തിൽ ഊലാ,
അപകടമോ മുസീബത്തോ മരണമോ നടന്ന ആ സെക്കൻഡിലാണ്, ആ സമയത്താണ്, ആ ദിവസത്തിലാണ്. അന്ന് ക്ഷമിക്കാതെ പിന്നെ രണ്ടാം ദിവസം തന്നെത്താൻ മനസ്സിന് സമാധാനം വരും. മൂന്നാം ദിവസം കുറച്ചും സബർ കിട്ടും. നാലാം ദിവസം പറ്റേ നമുക്ക് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ കഴിയും. അപ്പൊ ക്ഷമിക്കുന്നതിനല്ല കൂലി. ആ സംഭവം നടന്നിട്ട് മനസ്സ് തകരുന്ന സമയത്താണ് ഒരു മനുഷ്യന് ക്ഷമിക്കാൻ കഴിയേണ്ടത്. അവൻ വാവിട്ട് കരയാൻ അപ്പ പാടില്ല, നെഞ്ചത്തടിക്കാൻ പാടില്ല, മുടി ഇങ്ങനെ പിറക്കി മുടി ഇങ്ങനെ വലിച്ചഴച്ച അവിടെ കരഞ്ഞു വീഴാൻ പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചത്. അവിടുത്തെ പിഞ്ചു കുഞ്ഞായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര മകനല്ലേ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരൊക്കെ വെച്ച് വളരെ മഹബത്തോടെ വളർത്തിയ മകനല്ലേ. 18 മാസം ഈ ലോകത്ത് ജീവിച്ച ഒരു വലിയ സയ്യിദല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര മോൻ ചെറുപ്പത്തിൽ മരിച്ചു. അവിടത്തേക്ക് 3 ആൺമക്കളുള്ളതും ചെറുപ്പത്തിൽ തന്നെയല്ലേ മരിച്ചത്. ഇബ്രാഹിം എന്ന കുട്ടിക്ക് 1.5 വയസ്സേ ആയിട്ടുള്ളൂ. 1.5 വയസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉപ്പാട് സംസാരിക്കുന്ന സമയമാണ്, ഉമ്മാന്ന് വിളിക്കുന്ന സമയമാണ്, മെല്ലെ മെല്ലെ നടന്ന് നമ്മളെ കൈപിടിച്ച് ഇങ്ങനെ കൊഞ്ചുന്ന ഒരു സമയമല്ലേ. നമ്മൾ എവിടെയും പോയാൽ തിരിച്ചു വരുന്നവരെ ജനാലയിലൂടെ ഉപ്പ വരുന്നോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന പൊന്നുമോനാണ്. ആ കുഞ്ഞിന്റെ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് മാറൂല. ആ കുഞ്ഞിന് വലിയ രോഗം ബാധിച്ചപ്പോൾ പനിയാണ്, പനി, വല്ലാത്ത പനി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതോ ഒരു സംഘത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞിന് തീരെ സുഖമില്ല, ഞാൻ വരാം, പോയിക്കോ, ഞാൻ വരാന്ന് പറ. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അതേ ആൾ വന്നിട്ട് പറഞ്ഞു, കുറച്ചുകൂടി രോഗം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഇസ്ലാമികമായ സംസാരത്തിൽ ഏതോ ഒരു നാട്ടുകാരോട് സംസാരിക്കുകയാണ്. ഞാൻ വരാൻ പോയിക്കോ എന്ന് പറഞ്ഞു. മൂന്നാമതും വന്നിട്ട് വിളിക്കുന്നു. കുഞ്ഞ് സക്കറാത്തിന്റെ ഹാലിലാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി എന്റെ കൈ പിടിച്ചു ഒരു ധൈര്യത്തിന്, എന്നെയും കൂട്ടിയിട്ട് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാരിയത്തുൽ ഖിബ്തിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഓരോ ഭാര്യക്കും ഓരോ വീടല്ലേ. അവിടുന്ന് വഫാത്താകുമ്പോ 9 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ മക്കളൊക്കെ ഉണ്ടായത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയിലാണ്. 6 മക്കൾ. അത് മറ്റൊരു കുഞ്ഞ്, 7ാമത്തെ കുഞ്ഞ്, അത് മാരിയത്തുൽ ഖിബ്തിയ എന്ന ഉമ്മയിൽ നിന്നാണ്. അങ്ങനെ 7 മക്കളാണ്. ഓരോ ഭാര്യക്കും വേറെ വേറെ വീടുകൾ കിട്ടിയതിന് പിന്നിൽ വലിയ ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയുടെ അടുത്ത് തന്നെയാണ് വീടുണ്ടാക്കുന്നത്. ആ വീടിനടുത്ത് ഇങ്ങനെ താമസിക്കുമ്പോ മറ്റൊരു ഭാര്യയെ കല്യാണം കഴിച്ചാൽ വേറൊരു വീട് വേണമല്ലോ. ബഹുമാനപ്പെട്ട ഹാരിസ റളിയല്ലാഹു അൻഹു വലിയ മുതലാളിയായിരുന്നു. പള്ളിയുടെ അടുക്കൽ ധാരാളം വീടുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയൊരു അഹ്ലിനെ, ഒരു ഭാര്യയെ കൊണ്ടുവന്നാൽ അദ്ദേഹം ആ വീട് ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീട് സംഭാവന ചെയ്ത മഹാനാണ് ഹാരിസ റളിയല്ലാഹു അൻഹു. 9 ഭാര്യമാർക്കും അങ്ങനെ ഓരോ കല്യാണം കഴിക്കുമ്പോ ആ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് അദ്ദേഹം മാറും. ഈ വീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭാവന. അങ്ങനെ 9 വീട് കൊടുത്ത മഹാനല്ലേ. അവസാനം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, മുത്തുനബിയുടെ പൊന്നുമോൾ, കല്യാണം കഴിഞ്ഞപ്പോൾ ആ മകൾക്ക് വേറെ തന്നെ ഒരു വീട് കുറച്ച് ദൂരെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊന്നുമോളെ ഇടക്കിടക്ക് കാണാതെ അവിടുത്തെ മനസ്സ് വേദനിക്കുകയാണ്. പൊന്നുമോൾക്ക് അടുത്തൊരു വീട് കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോടോ പറഞ്ഞു, നമ്മുടെ ഹാരിസ ഒരു വീട് കൂടി തന്നിരുന്നെങ്കിൽ. പക്ഷേ എങ്ങനെ ചോദിക്കും? എത്രയോ വീട് തന്നവനല്ലേ, ഈ ഒരു വീട് ഞാൻ എങ്ങനെ
ചോദിക്കും ബുദ്ധിമുട്ടാകുമോ? എനിക്ക് ചോദിക്കാൻ നാണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യം മനസ്സിൽ ഇങ്ങനെ വെച്ചു. പക്ഷേ ഈ സഹാബി നേരെ പോയിട്ട് ഹാരിസിനോട് പറഞ്ഞു, മുത്തുനബിയുടെ മകൾക്ക് പുതിയൊരു വീട് വേണമത്രേ. ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ഹാരിസ് വന്നിട്ട് പറയുകയാണ്, ഓ നബിയേ, ഞാനും എന്റെ സ്വത്തും എല്ലാം അങ്ങയ്ക്കുള്ളതല്ലേ. എന്നോട് ചോദിക്കാൻ തങ്ങൾക്കെന്തു മടിയാണ്? എനിക്ക് എത്ര തന്നാലും മതിയാവില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ മകൾക്ക് വേണ്ടി വീട് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന വലിയ പ്രതിഫലത്തിന് മുത്തുനബിക്കും മകൾക്കും ഭാര്യമാർക്കും കൊടുത്ത കൂലി മേടിക്കാൻ ആ സ്വഹാബിക്ക് കഴിഞ്ഞെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഒരു മരണം നടന്നാൽ ഉടനെ ഓടി വരികയാണ് മുണ്ടാടിയിൽ നിന്ന് ആളുകൾ, അതുപോലെ മുറുക്കുംചയിൽ നിന്ന് വരികയാണ്, അതേ നമ്മുടെ ബംഗാറുകുട്ടയിൽ നിന്ന് വരികയാണ്, വേറെ സ്ഥലം വിട്ടുകൊണ്ട എല്ലാ സ്ഥലത്തുനിന്നും ഖബർ കുഴിക്കാൻ നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട്. അവര് വന്ന് ഖബർ കുഴിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മയ്യത്തിനിക്ക് ഒരാൾ ഖബർ കുഴിച്ചിട്ട് അതിൽ കിടക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്താൽ, സുബ്ഹാനല്ലാഹ്, അജന്നഹു ഫീഹി അജ്റാ ലഹു മിനൽ അജ്ർ. അല്ലാഹുവേ, സുബ്ഹാനല്ലാഹ്, അയാൾ അതിൽ കിടക്കുന്ന കാലത്തോളം ഈ ഖബർ കുഴിച്ചവർക്ക് കൂലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മസ്കൻ ഒരാൾക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ ഒരു മസ്കൻ ഒരാൾ ഉണ്ടാക്കി കൊടുത്താൽ, മസ്കൻ എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന ഒരു വീട്, മസ്കന് ദാറ് ബൈത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. നമ്മുടെ മക്കൾക്ക് മദ്രസയിൽ വരാറുണ്ടല്ലോ ആ വാക്കുകളൊക്കെ. ദാറ് ബൈത്ത് മസ്കന് എന്നൊക്കെ പറഞ്ഞാൽ വീടാണ്. ഒരു വീട് ഒരു മുഅ്മിനായ മനുഷ്യർക്ക് കൊടുക്കുകയാണ്. ഖിയാമത്ത് നാളിന്റെ 1-ാം തീയതി വരെ, ലോകം മൊത്തം അവസാനിക്കുന്നത് വരെ ആ ഖബറിൽ കിടക്കുന്ന മുഅ്മിനിനുള്ള വീടാണ്. അങ്ങനെ നല്ല ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് ഒരാൾക്ക് ഉണ്ടാക്കിയിട്ട് ഒരാൾ അവന്റെ ചെലവ് കൊണ്ട് കൊടുത്താൽ, അയാള് ആ വീട്ടിലാ പാവപ്പെട്ടവൻ ഖിയാമത്ത് നാൾ വരെ താമസിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മളൊരാൾക്ക് വീടുണ്ടാക്കി കൊടുത്താൽ ചിലപ്പോ 100 കൊല്ലം ആ വീടുണ്ടാവും. ഇനിയും സൂക്ഷിക്കുകയാണെങ്കിൽ 300 കൊല്ലം വീടുണ്ടാവും. 500 കൊല്ലം തന്നെ വിചാരിക്കുക. ചില വീടുകൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്, പഴയ കൊട്ടാരങ്ങളൊക്കെ. എന്നാൽ 1000-2000 കൊല്ലങ്ങളായി ഖബറിൽ കിടക്കുന്ന ആളുകളില്ലേ, അവർക്ക് ആരാണോ ഖബർ കുഴിക്കാൻ ഹെൽപ്പ് ചെയ്തതോ അവർക്കതിന്റെ പ്രതിഫലം ഒരു വീടുണ്ടാക്കി കൊടുത്തതുപോലെ ഖിയാമത്ത് നാൾ വരെ കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരാളൊരു മയ്യത്ത് കുളിപ്പിച്ചാലുള്ള കൂലി എന്താ? മയ്യത്ത് കുളിപ്പിക്കാൻ ചില മടിയാണ്, ദൂരെ നിൽക്കും. മക്കൾ എന്നെ ഒരു ഉപ്പ മരിച്ചാല് കുളിപ്പിക്കേണ്ട ബാധ്യത, അതിന്റെ കൂലി മേടിക്കേണ്ടത് മക്കളാണ്. ഹെൽപ്പിന് നാട്ടിൽ പരിചയമുള്ള ഒരാളെ കൂട്ടിക്കോ. നിന്റെ ഉപ്പാന്റെ നഗ്നത, നിന്റെ ഉപ്പാന്റെ ശരീരത്തിന്റെ ഭാഗങ്ങള് അത് കാണാൻ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം വളരെ കാരുണ്യത്തോടെ, സ്നേഹത്തോടെ, മയത്തോടെ ഉപ്പാനെ കുളിപ്പിക്കേണ്ടത് മക്കളല്ലേ. ആ ഉപ്പ മരിച്ചു കിടക്കുമ്പോ കുപ്പായം മാറ്റുമ്പോ ഉപ്പാക്ക് നാണമാണത്രേ. ഒരു മയ്യത്തിന് ജീവിച്ചിരിക്കുന്നവനേക്കാൾ നാണം വരുമെന്നാണ്, ചങ്കി വരുമെന്നാണ്, നാച്ചിക വരുമെന്നാണ്. അതുകൊണ്ടല്ലേ കവർ ചെയ്യുന്നത്. ആളുകൾ ഇടക്കിടക്ക് ഇങ്ങനെ എത്തി നോക്കാൻ പാടില്ല. നമ്മൾ നോക്കാതെയാണ് ശരീരം തുടച്ചു കൊടുക്കേണ്ടതെന്ന് കിതാബിലില്ലേ. വെറും കയ്യിൽ മയ്യത്തിനെ തൊടാൻ പാടില്ലല്ലോ. കയ്യിൽ ഉറയിട്ടിട്ടല്ലേ കുളിപ്പിക്കേണ്ടത്. യഥാർത്ഥമായി കുളിപ്പിക്കേണ്ട മസാല പറയുന്നത് മയ്യത്തിനൊരു നേരിയ കമീസ് തന്നെ ഇട്ടിട്ടാണ്. ഇന്ന് സൗകര്യത്തിന് അങ്ങനെ നഗ്നനാക്കി കിടത്തിയിട്ട് കുളിപ്പിക്കുന്നവരില്ലേ, അത് ഹറാമാണ്.
മയ്യത്തിന്റെ ഔറത്തിന്റെ ഭാഗത്തേക്ക് കട്ടിയുള്ള തുണി തന്നെ ഇടണം കേട്ടോ. വെളുത്ത തുണി തന്നെ ആവണമെന്നില്ല. വെളുത്ത തുണി വെള്ളം കൊള്ളുമ്പോഴേക്ക് ഇങ്ങനെ അത് ഉള്ളിൽ കൂടി അവന്റെ ഔറത്ത് കാണുന്നില്ലേ, മയ്യത്തിന്റെ ഔറത്ത്. മയ്യത്ത് നിലവിളിക്കുന്നുണ്ട്, എനിക്ക് നാണമാകുന്നു, നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം മക്കള് തന്നെ കുളിപ്പിക്കുമ്പോ എത്ര വലിയ പ്രതിഫലമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്നറിയോ? മൻ ഗസ്സല മയ്യിതാ, ഒരാള് മയ്യത്തിനെ കുളിപ്പിച്ചു, കുളിപ്പിക്കുമ്പോ അയാൾക്ക് പല രോഗങ്ങളും മുറിവുകളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ശരീരത്തിലുണ്ടാകും. അതൊന്നും പുറത്തു പറയാൻ പാടില്ല. അതൊക്കെ മൂടി വെച്ചു, ആരോടും പറഞ്ഞില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് വല്ല കുഴപ്പങ്ങളും മയ്യത്തിൽ കണ്ടാൽ, കുളിപ്പിക്കുമ്പോ കണ്ടാൽ അത് പുറത്തു പറയൽ ഹറാമാണ്, വലിയ തെറ്റാണ്. അതേസമയം ഒരു സലഫി, ഒരു മുക്കാക്കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതി മീലാദ് ആഘോഷിക്കുന്നത് കാണുമ്പോൾ പരിഹസിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കുന്നവൻ, പ്രത്യേക രീതിയിൽ അടിക്കുറിപ്പ് എഴുതിയിട്ട് മലയാളത്തിൽ എന്തെല്ലാമോ കളിയാക്കി വീഡിയോ ഇറക്കുന്നുണ്ട്. അതിനൊരു ഗ്രൂപ്പ് തന്നെ അവരെ കയ്യിലുണ്ട്, മൗലിദിനെ കളിയാക്കിയിട്ട് ഇങ്ങനെ ഇറക്കാൻ. അതിങ്ങനെ 4-5 പ്രാവശ്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനെ വരുമ്പോ മൗലിദ് ഓതുന്നത് എവിടെയെങ്കിലും ഇങ്ങനെ തുള്ളുന്നതൊന്ന് കിട്ടിയാൽ അതിനടി ഇതാണ് സുന്നികളെ പരിപാടി. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുമിച്ച് കൂടി ഇതാണ് സുന്നികളെ മൗലിദ്. എവിടെയെങ്കിലും ഒരു തല്ല് കൂടുന്നത്, എവിടെയെങ്കിലും റയറായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് നടന്നാൽ ഇത് ഓണത്തല്ല് പോലുള്ള ഒരു തല്ലാണ്. ഇത് മൗലിദിന്റെ ഭാഗമായി ഇവരുണ്ടാക്കിയ പുതിയൊരു ആചാരമാണെന്നൊക്കെ എഴുതി ഇങ്ങനെ അയക്കുമ്പോ മനുഷ്യനൊരു സ്വഭാവമുണ്ട്, കുറെ കളിയാക്കുമ്പോ അതിൽ പെടാതിരിക്കാൻ അവൻ ചിന്തിക്കും, അങ്ങനെ മൗലിദിനോട് വെറുപ്പുണ്ടാക്കും. ഇങ്ങനെ ലോകത്ത് ഇസ്ലാമിനെ തകർക്കുന്ന സലഫി, മുജാഹിദ്, പുത്തൻവാദി, തബ്ലീഗ്, ഖാദിയാനി ജാതികള് അവര് ജീവൻ പോയാൽ, അവരെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മോശമായത് എന്തെങ്കിലും കണ്ടാൽ, ഈമാനില്ലാതെ മരിക്കുന്നതിന്റെ അടയാളങ്ങൾ കണ്ടാൽ, മയ്യത്തിന്റെ വായിലൂടെ കാഷ്ടം വന്നത് കണ്ടാൽ, മയ്യത്തിന്റെ വായിലൂടെ കാഷ്ടം വരുന്നത് ഒരുപക്ഷെ വല്ല രോഗങ്ങളും കൊണ്ടാകാം, അതല്ലെങ്കിൽ ഈമാനില്ലാത്ത മരണത്തിന്റെ അടയാളമാണ്. ശരീരമാകെ ചുവന്ന് കിടക്കുകയാണ്, നജസിൽ പുരണ്ട് കിടക്കുകയാണ്. ഇതെല്ലാം ഐബുകളല്ലേ? ഇത് പുറത്തു പറയണം. സലഫിന്റേതാണെങ്കിൽ പുറത്തു പറയണം. എന്നാൽ നല്ലവരുടേത്, മുഅ്മിനായി ജീവിച്ച ഒരു രോഗിയുടേത് നമ്മൾ മറച്ചു വെക്കണം കേട്ടോ. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുന്നവർ അത് മറച്ചു വെച്ചാൽ, മയ്യത്ത് കുളിപ്പിക്കാൻ പോയി കുളിപ്പിച്ചിട്ട് ആ കൂലി ബാത്തിലാക്കാൻ മയ്യത്തിന്റെ എന്തെല്ലാമോ കുറവുകൾ പറഞ്ഞാൽ അതിനു പകരം അല്ലാഹുവിന്റെ കോടതിയിൽ അവന് വലിയ ശിക്ഷയായിരിക്കും ലഭിക്കുക. അതേസമയം പരിപാടി ചെയ്യുന്നവര് നല്ല നിലക്കാവട്ടെ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. 4ാം ക്ലാസ്സിന്റെ ബുക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ കുറച്ചു നേരം നിൽക്കാൻ വേണ്ടിയതായിരുന്നു. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, ഞങ്ങൾക്ക് കുറച്ചു നേരത്തേന് വേണ്ട, ചുറ്റുഭാഗത്തേക്ക് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരാൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോ അത് ഐബുകളെ മറച്ചു വെച്ചിട്ട് കുളിപ്പിച്ചാൽ അവൻ ചെയ്തു പോയ 40 വൻദോഷങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുന്നു എന്നാണ്. ചെറുദോഷങ്ങളല്ല, ചെറുദോഷങ്ങൾ നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ് പറയുമ്പോഴേക്ക്, 33 അൽഹംദുലില്ലാ പറയുമ്പോഴേക്ക്, 33 നടന്നോളൂ എല്ലാവരും, കുഴപ്പമില്ല, കൊള്ളണ്ട, രാത്രിയല്ല, കേട്ടാ മതി.
ഒരു 33 അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ ഇല്ല. നിസ്കാരത്തിന് ശേഷം 33 കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലിയാൽ അവന് കോടിക്കണക്കിന് ചെറുദോഷമുണ്ടെങ്കിലും അല്ലാഹു പൊറുക്കുമെന്ന് പറഞ്ഞില്ലേ? ഹദീസിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. കടലിലെ നൊരയോളം, കടലിന്റെ ഉള്ളിലും കരയിലും നടുവിലുമൊക്കെ നൊരകൾ ഇങ്ങനെ പൊന്തിക്കൊണ്ടുണ്ടാവും. വരുന്നു, പൊട്ടുന്നു, നരാകുന്നു, പോകുന്നു. സോപ്പിന്റെ നര പോലെ ഇങ്ങനെ കടൽ മറിയുമ്പോ നര വരുമല്ലോ. ആ നൊരയുടെ അത്ര ദോഷങ്ങൾ, ചെറുദോഷമുണ്ടെങ്കിൽ പോലും അള്ളാഹു പൊറുക്കുമെന്ന് പറഞ്ഞത് നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ചൊല്ലാൻ മറക്കണ്ട. 5 മിനിറ്റ് വേണ്ട അതിന്. ഇത് വിട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയിട്ട് ഓടിക്കളയരുത്. ഇങ്ങനെ ചൊല്ലിയാൽ കടലിന്റെ നൊരയോളം ദോഷങ്ങൾ പൊറുക്കുമെന്ന് പറഞ്ഞില്ലേ? അതേസമയം ഒരാള് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് കൂടിയാൽ 40 വൻദോഷമാണ് അല്ലാഹുവിന് പുറത്തു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, 40 വട്ടം ചെയ്ത ദോഷങ്ങൾ അല്ലാഹുവിന് പുറത്തു കൊടുക്കുകയാണ്. മയ്യത്തിനെ ഒരാൾ ചമയിക്കാൻ കൂടിയാൽ, ഒരു മയ്യത്തിനെ ഒരാള് ചമയിക്കാൻ, കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് കൂടിക്കൊടുത്താൽ അള്ളാഹു അവന് ധരിപ്പിക്കുന്നത് സ്വർഗത്തിന്റെ പട്ടുടയാടകൾ, പട്ടിന്റെ തുണിയും കുപ്പായവും ഈ കുളിപ്പിച്ച് ആ കഫൻ ചെയ്ത ആൾക്ക് അള്ളാഹു നൽകുമെന്നാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എങ്കിൽ സുബ്ഹാനല്ലാഹ്, മയ്യത്തിനെ കബറിൽ വെച്ച് കബറ് കുഴിച്ചിട്ട് സഹായിച്ചു കൊടുത്തവനെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ ഒരാൾക്ക് ഒരു വീട് ഒരാൾ കൊടുത്താൽ എത്ര വലിയ കൂലിയാണ്. അക്കൂലിയാണ് ഇയാൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര മകൾക്കും ഭാര്യമാർക്കും വീട് കൊടുത്ത ഹാരിസ റളിയല്ലാഹു അൻഹു, ഹാരിസത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു എത്ര വലിയ ഭാഗ്യവാനാണ്. ആ ഒരു വീട്ടിലാണ് ഇപ്പൊ കുഞ്ഞിങ്ങനെ മരിക്കാൻ കിടക്കുന്നത്. ഏത് കുഞ്ഞ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര മകൻ 1.5 വയസ്സുള്ള ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം എന്ന കുട്ടി ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുനബി അതാ കുഞ്ഞിനെ വാങ്ങി മടിയിൽ കിടത്തി. കുഞ്ഞിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തുനബിയുടെ മടിയിൽ. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിയ വളരെ മയമായ ഹൃദയത്തിന്റെ ഉടമയല്ലേ, അവിടത്തേക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ കുഞ്ഞിന്റെ റൂഹ്, മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ്, ആ സയ്യിദിന്റെ റൂഹ്, മുത്തുനബിയുടെ പുന്നാര മകന്റെ റൂഹ് അതാ പിരിഞ്ഞു പോവുകയാണ്, വഫാത്താവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ നിന്ന് സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിനെ അവിടെ കിടത്തി. മുത്തുനബി നെറ്റിൽ കൈ വെച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. അവിടുന്ന് കണ്ണുനീരൊലിപ്പിക്കുകയാണ്, അവിടുന്ന് കിതക്കുകയാണ്, മുഖമെല്ലാം വിയർക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിക്കുന്നു, തബ്കി യാ റസൂലല്ലാഹ്, നബിയെ അവിടുന്ന് കരയുകയാണോ? വന്ത തൻഹാനിൽ ബുക്കായി, കരയുന്നതിനെ തൊട്ട് അവിടുന്ന് ഞങ്ങളെ വിരോധിക്കുന്ന ആളല്ലേ? മരിച്ച വീട്ടിൽ ഉറക്കെ കരയാൻ പാടില്ല എന്ന് തങ്ങളല്ലേ പറഞ്ഞു തന്നത്? അപ്പൊ നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉറക്കെ കരഞ്ഞിട്ടില്ല, കണ്ണെന്ന് വെള്ളം വന്നത് മാത്രമാണ്. അവിടുന്ന് പറഞ്ഞു, ഓ അബ്ദുറഹ്മാൻ, ഇന്നി ലം അൻഹ അനിൽ ബുകാ, ഇങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നതിനെ ഞാൻ നിരോധിച്ചിട്ടില്ലല്ലോ. വലാകിന്നി നുഹീതു, ഞാൻ പാടില്ല എന്ന് പറഞ്ഞത് രണ്ട് ശബ്ദത്തെയാണ്. നോക്ക്, പഠിക്കാനുണ്ട്. രണ്ട് ശബ്ദത്തെയാണ് ഞാൻ ഹറാമാണെന്ന് പറഞ്ഞത്. പാടില്ല എന്ന് പറഞ്ഞത് രണ്ട് ശബ്ദത്തെയാണ്. എങ്ങനത്തെ ശബ്ദം? അഹ്മഖൈനി, ബുദ്ധിയില്ലാത്തവരുടെ രണ്ട് ശബ്ദം. ഫാജിറൈനി, തെമ്മാടികളായ രണ്ടാളുകൾ. ആ രണ്ടാൾ ആരാന്നറിയോ? ഒന്ന് സൗത്തി ഇന്ദ നിഅമത്തി ലഹുവിൻ, വലിയ കളിയൊക്കെ നടക്കുമ്പോ, സന്തോഷങ്ങൾ നടക്കുമ്പോ, കല്യാണങ്ങൾ നടക്കുമ്പോ, വലിയ ഉത്സവങ്ങളും സ്കൂൾ ഡേയും എല്ലാം നടക്കുമ്പോ, ഫുട്ബോൾ കളി നടക്കുമ്പോ, ക്രിക്കറ്റിന്റെ മാച്ചിൽ വിജയിക്കുമ്പോ, ആ ഒരു ആനന്ദത്തിൽ, ആ നിഅമത്തില് ഒച്ചയിടുന്നവരില്ലേ, വലിയ ശബ്ദമുണ്ടാക്കുന്നവരില്ലേ, ആ ശബ്ദത്തെയാണ് ഞാൻ വിരോധിച്ചിട്ടുള്ളത്. സന്തോഷമുണ്ടാകുന്ന സമയത്തുള്ള ശബ്ദം. അപ്പ മ്യൂസിക് ചെയ്യുകയും പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഞാൻ വിരോധിച്ചത്. അതേ സന്തോഷമുണ്ടാകുമ്പോഴുള്ള ശബ്ദം. മറ്റൊരു ശബ്ദത്തെ ഞാൻ നിരോധിച്ചത് മുസീബ, വല്ല ആപത്തും ഒരു വീട്ടിലോ ഒരു സ്ഥലത്തോ നടന്നാൽ അവിടെ ഒരു ഒച്ചപ്പാടുണ്ടാവും. കളി സ്ഥലത്ത്, കളിക്കുന്നിടത്ത് ശബ്ദമുണ്ടാക്കിയതുപോലെ ബേജാറുള്ള സ്ഥലത്തും ഒരു ശബ്ദമുണ്ടാകുമല്ലോ. ആ ശബ്ദം വരുമ്പോൾ മുഖത്തടിക്കാറില്ലേ, കുപ്പായം മാറി കീറാറില്ലേ, കുപ്പായം പറിച്ചു കീറിയിട്ട് താലയുടെ തട്ടമൊക്കെ എറിഞ്ഞിട്ട് വല്ലാത്ത ഹാലിൽ ശബ്ദമുണ്ടാക്കാറില്ലേ, അള്ളാനെ ചോദ്യം ചെയ്യാറില്ലേ, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത വാക്കുകൾ പറയാറില്ലേ. അതിനെയാണ് ഞാൻ നിരോധിച്ചത്. കല്യാണ വീട്ടിൽ കല്യാണത്തിന്റെ അന്ന് രാത്രി ഉസ്താദുമാര് മൗലിദ് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോ വലിയ ഒച്ചപ്പാടുകളല്ലേ, ഒരു 10-11 പണിയാകുമ്പോ തുടങ്ങുന്നത്. DJ ആണത്രേ, ഡാൻസ് ആണത്രേ, അത് വലിയ പാർട്ടിയാണത്രേ. അള്ളാഹു വിരോധിച്ച, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ലഅനത്തിന്റെ ശബ്ദമാണത്. അത് അള്ളാഹു പൊരുത്തപ്പെടൂല. മുസീബത്ത് സംഭവിക്കുമ്പോഴും അമ്മാതിരി കരച്ചിൽ കരയുന്നതും അള്ളാഹ് പൊരുത്തപ്പെടൂല. മരിച്ചവർക്ക് അതിന്റെ കുറ്റം കിട്ടും. അവർ കരയാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അവർ കരയണോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം കിട്ടുമെന്നാണ് ഹദീസിലുള്ളത്. വഹാദിഹി റഹ്മ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാനീ കരയുന്നത് ഞാനൊന്നും പറയുന്നില്ലല്ലോ, ഞാനേ ശബ്ദമുണ്ടാക്കുന്നില്ലല്ലോ, ഞാനിങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് ഇതെന്റെ മനസ്സിലുള്ള എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹമാണ്, റഹ്മത്താണ്, കാരുണ്യമാണ്. ഒരാൾക്ക് കാരുണ്യമില്ലെങ്കിൽ അള്ളാന്റെ കാരുണ്യം കിട്ടൂല. അപ്പൊ കരയാത്തവന് കാരുണ്യമില്ല എന്നല്ല അർത്ഥം. അതേസമയം ഉള്ളില് കാരുണ്യമുള്ളവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. ബാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, കുഞ്ഞു മരിച്ചാൽ, ഒന്ന് കണ്ണെന്ന് വെള്ളം വന്നാൽ അത് റഹ്മത്തിന്റെ അടയാളം. അതിന് കൂലിയൊന്നുമില്ല, എന്നാലും തെറ്റില്ല എന്നായി പറയുന്നു. കുഞ്ഞിനെ കയ്യില്ലതാ തൊട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത് അള്ളാഹുവിന്റെ അചഞ്ചലമായ തീരുമാനമാണ് മോനെ. ഇതല്ലായിരുന്നെങ്കിൽ സഹിക്കാൻ പറ്റാത്ത കരച്ചിൽ ഞാൻ കരയുമായിരുന്നു പൊന്നെ. മരിച്ച കുഞ്ഞിനോട്, വഫാത്തായ സയ്യിദ് കുഞ്ഞിനോട് പറയുകയാണ്, മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നുമോൻ വഫാത്തായി കിടക്കുകയാണ്. വ ഇന്നാ ബിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, ഓ ഇബ്രാഹിമേ, നീ മരിച്ചതിൽ ഞാൻ സങ്കടപ്പെടുന്നു മോനെ. ഇബ്രാഹിമേ, മുത്തുനബി കരയുകയാണ്. എന്റെ കണ്ണിതാ ഒഴുകുന്നു, എന്റെ കൽബിതാ വേദനിക്കുന്നു. റബ്ബ് പൊരുത്തപ്പെടാത്ത ഒന്നും എന്റെ നാവിൽ ഞാൻ പറയൂല.
ചില ആള് മുസീബത്ത് സംഭവിക്കുമ്പോ നാവിൽ എന്തെല്ലാമോ പറയും. അള്ളാഹ്ക്ക് എന്നെ കാണുന്നത്, നമ്മളെ പരക്കന്നെയാണ് എല്ലാ മുസീബത്തും അള്ളാഹ് ഇറക്കുന്നത്. അള്ളാഹ് ഞങ്ങൾ എന്താക്കി ഇങ്ങനെ പടച്ച റബ്ബിനെ ചോദ്യം ചെയ്യുന്നത്? അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന ഒരു മുഅ്മിന് കേട്ടാൽ നിന്നെ തല്ലിച്ചതക്കൂലേ, നിന്നെ ആട്ടി ഓടിക്കൂലേ? അള്ള തന്നത് അള്ള എടുത്തു, അള്ളാഹുവിൻ്റെതാണ് എല്ലാം. ഇന്നാ നമ്മളെല്ലാവരും ലില്ലാ, ഇന്നാ ലില്ലാ, അള്ളാഹുവിൻ്റെതാണ് നമ്മളെല്ലാം. ഒരു കുഞ്ഞ് മരിച്ചാൽ, ഒരു 2-3 കുഞ്ഞ് മരിച്ചാൽ ഒരു ഹദീസിലുണ്ട്, 3 കുഞ്ഞ് അവനെ നരകത്തിൽ നിന്ന് കാക്കുമെന്നാണ്. അപ്പൊ ചോദിച്ചു, 2 കുഞ്ഞ് മരിച്ചാലോ? 2 കുഞ്ഞ് മരിച്ചാലും നരകത്തിൽ നിന്ന് കാവലാണ്. ഈ ഹദീസ് പറഞ്ഞ സ്വഹാബി പറയുകയാണ്, ആ വ്യക്തി 1 കുഞ്ഞ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അതും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. കാരണം വേറെ ഹദീസിലുണ്ട്, ഒരു ജീവനില്ലാത്ത ഒരു സിദ്ദത്ത് ചാപ്പിള്ള വയറ്റിന്ന് മരിച്ചിട്ടാണ് പുറത്തു വന്നതെങ്കിൽ പോലും ആ കുഞ്ഞ് ആഖിറത്തിൽ അതിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അവരുടെ തുണിന്റെ കോന്തല പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഒരു സിദ്ദത്ത് ജനിച്ചാൽ പോലും ആ കുഞ്ഞിന് 7-ാം ദിവസം പേര് ഫിക്സ് ചെയ്യണം, നല്ല പേര് കുഞ്ഞിനിടണം. മരിച്ച കുഞ്ഞാണെന്ന് പറഞ്ഞ് പേരിടാതിരിക്കരുത്. ആ കുഞ്ഞിനെ തൊട്ട് അഖീഖത്തർക്കലും സുന്നത്താണ് കേട്ടോ. 4 മാസമായി ജീവനോടെ കരഞ്ഞിട്ടാണ് പ്രസവിച്ചതെങ്കിൽ കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് നിസ്കരിക്കലും നിർബന്ധമാണ്. നിസ്കാരം ഒഴിവാക്കൽ ഹറാമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ആ ക്ഷമക്കുള്ള പ്രതിഫലം എന്താണെന്നറിയോ? ഒരു ഹദീസിൽ കാണാം, ഒരു കുഞ്ഞ് മരിച്ചിട്ട് ആ റൂഹിനെയും കൊണ്ട് മലക്കുകൾ പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമത്രേ, നിങ്ങൾ എവിടെന്നാണ് വരുന്നത്, എന്താണ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് ചോദിക്കും. അപ്പൊ മലക്കുകൾ പറയും, സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ഇന്ന ഒരാളുടെ മകനെ റൂഹ് പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അല്ലാഹ് ചോദിക്കും, ഖബൽതും വലദ അബ്ദി ഫയഖൂലു, ആ എന്റെ അടിമയുടെ മകനെ നിങ്ങൾ കൊണ്ടുവരികയാണോ? ഒരു ഹദീസിലുണ്ട്, സമറത്ത, അവന്റെ ഹൃദയത്തിന്റെ പൂവിനെ, അവന്റെ കരളിന്റെ കഷ്ണത്തിനെ നിങ്ങൾ കൊണ്ടുവരികയാണോ മലക്കുകളെ? അപ്പോൾ അല്ലാഹുവോട് ഞാൻ അതെ എന്ന് അവര് പറയും. അപ്പൊ അല്ലാഹ് പിന്നെ ചോദിക്കുന്നുണ്ട്, മാദാ ഖാല അബ്ദി, ആ മരിച്ച കുഞ്ഞിന്റെ ഉമ്മായും ഉപ്പായും എന്താണ് പറയുന്നത് മലക്കുകളെ? എന്നെ ചീത്ത പറയുന്നുണ്ടോ? അവര് തലതല്ലി കരയുന്നുണ്ടോ? അല്ല എന്തെങ്കിലും പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? മലക്കുകൾ പറയുന്നു, ഹമിദക, കുഞ്ഞ് മരിച്ചു എന്ന് അറിഞ്ഞപ്പോ അൽഹംദുലില്ലാ പറഞ്ഞു. കുഞ്ഞ് മരിച്ചത് കേട്ടാ എന്താ പറയണ്ടത്? അൽഹംദുലില്ലാ. എല്ലാരും പറയണം, ഒരു അൽഹംദുലില്ലാ പറയും. ഇന്ന് ഇവിടെ ഒരു കുഞ്ഞ് മരിച്ച ദിവസമാണ്, അൽഹംദുലില്ലാ. എന്നിട്ട് വസ്തർജ, ഇന്നാലില്ല പിന്നെ പറയണം. ബാക്കിയുള്ള മരണത്തിനൊക്കെ ആദ്യം ഇന്നാലില്ല പറയണം. ഇന്നാലില്ല ടൈപ്പ് ചെയ്താൽ പോരാ. ഇന്നാലില്ലാന്റെ സ്റ്റിക്കർ തീർന്നപ്പോ ഒരാൾ വിളിച്ചു പറയാണ്, ഒരു സ്റ്റിക്കർ അയക്കണമെന്ന്. എന്താ, ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്, ഒരു സ്റ്റിക്കർ അയക്കുന്നു. സ്റ്റിക്കർ ഇട്ടത് കൊണ്ട് കടമ തീർന്നില്ല. നമ്മുടെ നാവ് കൊണ്ടാണ് ദിക്ർ ചൊല്ലേണ്ടത്. അൽഹംദുലില്ലാ, കുഞ്ഞു മരിച്ചത് കൊണ്ട്. എന്നിട്ട് ഇന്നാലില്ലാ പറയും, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ച കുഞ്ഞിന്റെ ഉമ്മയും ഉപ്പയും എന്ത് പറയുന്നു? അല്ലാഹ് ചോദിക്കും. അപ്പ പറയാണ്, ഹമീദക, നിന്നെ സ്തുതിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ പറയുന്നുണ്ട്. വസ്തർജ, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അള്ളാന്റെതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവന്റെ അടുത്തേക്ക് പോകേണ്ടവരാണ് ഞങ്ങള്, ഞങ്ങൾക്കൊന്നുമില്ല, എല്ലാം അള്ളാഹ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അപ്പ അള്ളാന്റെ പ്രഖ്യാപനം, ഇബ്നു ലി അബ്ദി ബൈതാ,
എന്റെ അടിമക്ക് വേണ്ടി, ആ കുഞ്ഞിന്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഒരു പൊര തയ്യാറാക്കണം സ്വർഗത്തിൽ. ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ പൊര, ഒരു വീട് തയ്യാറാക്കണം, ബൈത്ത് തയ്യാറാക്കണം. വസമ്മൂവ, പൊരക്കൊരു പേരിടണമല്ലോ മലക്കുകളെ. ആ പേരെന്താണ് വേണ്ടത്? ബൈത്തുൽ ഹംദ് എന്ന് പേരിട്ടോ. സ്തുതിച്ച വീട്, സ്തുതിക്കുന്നവന്റെ വീട്, അൽഹംദുലില്ലാഹ് പറയുന്നവർക്കുള്ള വീട്. ബൈത്തുൽ ഹംദ് സ്വർഗത്തിൽ തയ്യാറാക്കി വെക്കപ്പെട്ടത് എത്രയെത്ര ഉമ്മമാർക്കാണ്. ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരുടെ എത്ര മക്കൾ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. അവരൊക്കെ ആഖിറത്തിൽ വരും കേട്ടോ. മഹ്ശറയിൽ അവരുടെ ശല്യം കൊണ്ട് മറ്റുള്ളവർക്ക് പോലും ബുദ്ധിമുട്ടാണെന്ന് ഹദീസിലുണ്ട്. അവര് കരയുകയാണ്, ഞങ്ങൾ സ്വർഗത്തിൽ പോകൂല. ഒരു കുഞ്ഞിനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ അയക്കുമ്പോ ആ കുഞ്ഞ് കരയുമത്രേ, ഞാൻ പോകൂല. കുഞ്ഞിനോട് പറയും ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്ത് പോയിക്കോ, സ്വർഗത്തിന്റെ കുഞ്ഞാണ് നീ. സ്വർഗത്തില് മുത്തുകളെ പോലെ ഖുർആനിൽ കാണാം, സൂറത്ത് ദഹ്റിൽ കാണുന്നുണ്ട്. അവരെ കണ്ടാൽ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅം മൻസൂറാ, ഒരിത്തരം മുത്ത് കയ്യിലെടുത്തിട്ട്, ഡയമണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു നല്ല ലൈറ്റ് അടിക്കുന്നിടത്ത് ഇങ്ങനെ വിട്ടാൽ അതിങ്ങനെ മിന്നുന്നത് നമ്മൾ കാണൂലേ? അതുപോലെ ചന്തമുള്ള മക്കള്, സ്വർഗത്തിലെ ചന്തമുള്ള മക്കള്, മക്കളെ സ്വർഗത്തിലെ ചന്തമുള്ള മക്കള് ഇങ്ങനെ കയ്യിൽ ഓരോരുത്തർക്കും സൽസബീൽ വെള്ളം, സ്വർഗത്തിന്റെ വെള്ളവുമായി ഇങ്ങനെ വന്നിട്ട് തരുന്നു. അവിടെ സപ്ലൈക്ക് വെക്കുന്നത് ആ കുഞ്ഞുങ്ങളെയാണ്. അവർക്ക് എന്തോ ഒരു സുഖമാണ്. ഉമ്മാക്കും ഉപ്പാക്കും ഉസ്താദുമാർക്കും വലിയ തങ്ങന്മാർക്കും ഒക്കെ അവിടെ കൊണ്ടുപോയി സർവത്ത് കൊടുക്കുന്നത് ആ മക്കളാണ്. ആ മക്കളെ സ്വർഗത്തിലേക്ക് പോകാൻ പറയുമ്പോ ആ മക്കൾ പറയുകയാണ്, ഞങ്ങളെ ഉമ്മായും ഉപ്പായും കടക്കാതെ ഞങ്ങൾ കടക്കൂല. മക്കള് വാശി പിടിച്ചാൽ നമ്മൾ എന്തും കൊടുത്തു പോകൂലേ? നമ്മളെക്കാൾ നമ്മളെ മക്കളോട് സ്നേഹമുള്ളയാളാണ് അർഹമുർ-റഹീമായ അല്ലാഹു. നമ്മൾ ഓരോരുത്തരോടും അല്ലാഹ്ക്ക് വലിയ കൃപയാണ്, വാത്സല്യമാണ്. നമ്മളെ ഉമ്മാനേക്കാളും ഉപ്പാനേക്കാളും നമ്മുടെ മുത്തുനബിക്കും ഇഷ്ടമാണ്. അങ്ങനെ അല്ലാഹു ആ കുട്ടിക്ക് സമ്മതം കൊടുക്കുന്നു. ഉദ്ഖുലുൽ ജന്നത അൻതും വആബാഉകും, നിങ്ങളും നിങ്ങളുടെ ഉപ്പമാരും സ്വർഗത്തിലേക്ക് പോയിക്കോ. മക്കൾ മരിച്ചാൽ അൽഹംദുലില്ലാഹ് പറയുന്നത് വെറുതെയല്ല. അവരതാ സ്വർഗത്തിന്റെ മക്കളായി കഴിഞ്ഞിരിക്കുകയാണ്. അവർ സ്വർഗത്തിന്റെ ഹൂറിലീങ്ങളായി മാറിയിരിക്കുകയാണ്. ഇന്ന് മരിച്ച കുഞ്ഞിന്റെ ഉപ്പ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പേര് വെക്കണോന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ഹൂറുൽ ഐൻ എന്ന് പേര് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിന്റെ ഹൂറുൽ ഐൻ എന്ന ഉപ്പ കുഞ്ഞിന് പേര് വെച്ചിട്ടുണ്ടത്രേ. സ്വർഗത്തിലെ ഹൂറുൽ ഐൻ തന്നെയാണ്. അല്ലാഹു അങ്ങനെ മാറ്റി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവന്റെ അചഞ്ചലമായ തീരുമാന പ്രകാരം അങ്ങനെ വല്ല മരണവും നടന്നാൽ അതൊരു ലാഭമായി കരുതുക. ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തിയിട്ട് മദ്രസയിലാക്കുമ്പോ പേടിയാണ്. ആ കുഞ്ഞ് ശരിക്കും പഠിക്കുമോ? അല്ല ഉസ്താദിന്റെ പൊരുത്തക്കേട് വാങ്ങി വരുമോ? ഉസ്താദ് തല്ലിയിട്ട് ഇപ്പുറത്ത് തിരിയുമ്പോ ഉസ്താദിനെ ബാക്കിന്ന് കളിയാക്കുമോ? ദർസിൽ ചേർത്താൽ അവിടെ നിന്ന് ഓടി വരുമോ? ദർസിൽ നിന്ന് ഓടി വന്ന കുഞ്ഞിന് ഉസ്താദിന്റെ പൊരുത്തക്കേടെങ്ങാനും കിട്ടിയാൽ അല്ലാ അല്ലാ, നമ്മുടെ മക്കൾക്കും നമുക്കും ഒക്കെ നമ്മുടെ എല്ലാ ഇരിയങ്ങളുടെയും ഉസ്താദുമാരെയും തങ്ങന്മാരെയും പൊരുത്തം അല്ലാഹു നൽകട്ടെ. ഇനി വളർന്ന് വലുതായാൽ ഏത് സിനിമയിലാണ് അവർ അഭിനയിക്കുക, ഏത് തെമ്മാടി കൂട്ടത്തിലാണ് അവർ പെടുക? നമ്മളെ കയ്യിലില്ലല്ലോ നമ്മുടെ മക്കള്. ഇന്നലെ നമുക്ക് കേരളത്തിൽ നിന്ന് വന്ന ഒരു വാർത്തയുണ്ട്. ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് വളയത്ത് അലിക്കുഞ്ഞി ഉസ്താദ് ശൈഖുനാ താജുശ്ശേരിയുടെ നാട്ടിൽ ഞാൻ പഠിച്ചപ്പോ അവിടെ വളയത്ത് ഒരു കുഞ്ഞുണ്ട്. ഇവിടെ ആരും അവിടെ ഫാമിലി ഒന്നും ഉണ്ടാവൂല എന്ന് കരുതിയിട്ട് പറയട്ടെ, വാർത്തയാണ്, ഞാൻ
ആരെയും ഗീബത്ത് പറയുന്നതല്ല. അവിടെ മദ്രസയിൽ വന്നിരുന്ന ഒരു ചെക്കനുണ്ട്. ഞാൻ ദർസിൽ പഠിക്കുന്ന ആളാണ്. അപ്പോഴേ ഞാൻ കുട്ടികൾക്കൊക്കെ റബീഉൽ അവ്വൽ പാട്ടൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. സ്വന്തമായി പാട്ട് എഴുതുന്ന ആളായിരുന്നു ഞാൻ. അന്ന് ആ കുട്ടി നല്ല പാട്ടൊക്കെ പാടിയതായിട്ട് എനിക്കിപ്പോ ഓർക്കുന്നു. ഞാൻ ചിലപ്പോ വേറെ കുട്ടിയായിരിക്കും. അന്ന് ആ കുട്ടി മദ്രസയിലുണ്ട്. ആ കുഞ്ഞിനെ 1-2 വർഷം മുമ്പ് ഞാൻ ഉപ്പളത്ത് കണ്ടിട്ടുണ്ട്. നീ വലുതായല്ലോടാ, നല്ല ചേലുള്ള ചെക്കനാണ്. ഈ ഫാഷൻ വസ്ത്രങ്ങളൊന്നുമില്ല, ഒഫീഷ്യൽ നല്ല ഡ്രസ്സാണ്, നല്ല ചെക്കനാണെന്ന് കരുതി ഇന്നലെ മിനിഞ്ഞാന്ന് വാർത്ത വന്നു. കേരളത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് പിടുത്തം നടന്നത് ഇന്നലെയാണ്. അത്രയും വലിയ മയക്കുമരുന്ന് ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല. ഉപ്പളയിൽ സ്ഥലം ഞാൻ പറയുന്നില്ല, ഞാൻ ആ സ്ഥലം പറയുന്നില്ല, വേദനയുണ്ട്. ഉപ്പളത്തെ ഉൾഭാഗത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിൽ നിന്ന് 3 കോടിയുടെ MDM പിടിച്ചിരിക്കുകയാണ്. ആ ഉപ്പ ഗൾഫിൽ നിന്ന് വന്ന ദിവസമാണത്രേ. ഉപ്പാന്റെ മോനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡീസന്റ് ആയ ചെക്കനാണ്. അവന് പൈസ കിട്ടുന്ന വഴി നോക്കിയതാണ്. അതിന്റെ ഡീലറായതാണ്. വലിയ തോതിൽ മയക്കുമരുന്ന് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ ഉമ്മാക്കത് മയക്കുമരുന്നെന്നറിയില്ല. നാളെ ഉപ്പ ഗൾഫിൽ നിന്ന് വരികയാണ്, അത് എടുത്തു മാറ്റണോന്നാ കുട്ടി ചിന്തിച്ചില്ല. ഉപ്പ വന്നു. ജ്യേഷ്ഠൻ ലണ്ടനിലേക്ക് 2 ദിവസം മുമ്പ് പോയതാണ്. നല്ല റിച്ച് ഫാമിലിയാണ്. സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് രാവിലെ പോലീസ് വണ്ടികൾ നിൽക്കുകയാണ്. അപ്പുറത്തെ വീട്ടുകാർ വിചാരിച്ചു നല്ല കുടുംബമല്ലേ, കള്ളന്മാര് വന്നിട്ട് പോലീസ് വന്നതായിരിക്കും, രാത്രി കള്ളം വന്നിട്ടുണ്ടാകും. കുറച്ചു കഴിയുമ്പോ DGPയും അതിന്റെ മേലെയുള്ള ഉദ്യോഗസ്ഥന്മാരും 4-5 വണ്ടികൾ വന്നു. ആളുകൾ ചുറ്റും ഒരുമിച്ച് കൂടി. എന്താണെന്നറിയില്ല. കൊലപാതകം നടന്നിട്ടുണ്ടാവുമെന്നാണ് കരുതിയത്. കൊല നടന്നിട്ടുണ്ടാകും, ആരെങ്കിലും കൊന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇത്രയും പോലീസ് എന്തിനാണ്? ആളുകൾ കാണാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിന്റെ ടെറസിൽ കയറിയിട്ട്, മാളികയിൽ കയറിയിട്ടൊക്കെ നോക്കുകയാണ്. ആളുകളെ നിയന്ത്രിക്കാൻ ഗേറ്റ് അടക്കുകയാണ്. അവസാനം പോലീസുകാര് ആ ചക്കനെ കയ്യാമമിട്ടിട്ട് വലിയ ഒരു ചാക്കിൽ മയക്കുമരുന്ന് പുറത്തു കൊണ്ടുവരുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, ഈ പൊന്നുമോന് എപ്പോഴാണ് ഈ മയക്കുമരുന്നിൽ അടിമപ്പെട്ടു പോയത്? അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ ചെറുപ്പക്കാരെ കാക്കണേ അല്ലാ, ഞങ്ങളെ മഹല്ലിനെ കാക്കണേ അല്ലാ. ഒരാളെയും വിശ്വസിക്കാൻ തരമില്ല. മണമോ നാറ്റമോ ഇല്ലാത്ത ബ്രൗൺ ഷുഗറിൽ നിന്ന് വളരെ ഡേഞ്ചറസ് ആയ MDM, അതൊരു 10 ഗ്രാം ഒരാൾ ഡീല് ചെയ്തിട്ട് പോലീസ് പിടിച്ചാൽ 10 വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന ശിക്ഷയാണെന്നാണ്. 3 കോടിയുടെ വലിയ ചാക്കിൽ പിടിച്ച അവന്റെ ലൈഫ് ഇനി എവിടെ ചെന്ന് അവസാനിക്കും? ആ വീടിന് സീല് വെച്ചിരിക്കുകയാണ്. ആ ഉപ്പയും ഉമ്മയും ഇന്ന് എവിടെ താമസിക്കുന്നുണ്ടാവും? നമുക്ക് ചിന്തിച്ചാൽ എത്തുന്നില്ല. ഒരു കുഞ്ഞിനെ വലുതാക്കി എടുത്തൊന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ പെൺമക്കൾ പോലും വലയിൽ കുടുങ്ങുന്നില്ലേ? ഈ സമയത്ത് ഒരു കുഞ്ഞ് നമ്മിൽ നിന്ന് ചെറുപ്പത്തിൽ മരിച്ചു പോയാൽ വളരെ ചെലവ് കുറഞ്ഞിട്ട് വളരെ എളുപ്പത്തിൽ സ്വർഗം പുൽകിയില്ലേ? അൽഹംദുലില്ലാ പറയാതെ പിന്നെന്തു പറയാനാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ വാക്കുകൾ എന്റെയും നിന്റെയും ഹൃദയത്തിൽ ഒരു സന്തോഷം തന്നില്ലേ? അതാണ് തൻഹല്ലു ബിൽ ഉഖദു, തൻഹല്ലു ബിൽ ഉഖദു വതൻഫരിജു ബിൽ ഖുറബു. ദുഃഖങ്ങൾ ഇല്ലാതായി പോകും മുത്തുനബിയുടെ പേര് പറഞ്ഞാൽ. തൻഹല്ലു ബിൽ ഉഖദു വതൻഫരിജു ബിൽ ഖുറബു വതുഖ്ളാ ബിൽ ഹവായിജ്. ആവശ്യങ്ങളെ അല്ലാഹു നിറവേറ്റി തരും. നാരിയത്ത് സലാത്തിന്റെ അർത്ഥമാണ് ആവശ്യങ്ങളെ അല്ലാഹു വീട്ടി കൊടുക്കും. വീട്ടപ്പെടും ബിഹി, അവിടത്തെ കൊണ്ട് അൽ ഹവായിജു, ആവശ്യങ്ങൾ. അവിടത്തെ മുന്നിൽ വെച്ചിട്ട് എന്താവശ്യം ചോദിച്ചാലും അല്ലാഹു കൊടുക്കുമല്ലോ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചത് തന്നെ
നമുക്കൊരുപാട് ആപത്തുകളെ തടയാൻ വേണ്ടിയാണ് അമാനുല്ലി അഹ്ലിൽ അർളി മുദ്ഹല്ല ബൈനഹും ബിഹി യദ്ഫഉല്ലാഹുൽ അദാബ വയദ്റഊ. ഈ ബൈത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അമാനുല്ലി അഹ്ലിൽ അർളി, ഭൂമിക്കൊരു അഭയമാണ്, ആപത്തുകൾ നീങ്ങാനുള്ള ഒരു വരവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്ത് സുജൂദിലായി ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിച്ചു വീണത് സുബ്ഹാനല്ലാഹ്, അത്ഭുതമല്ലേ? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ وأوجد نوره قبل خلق العالم وسماه محمدا. മംകൂസ് മൗലിദ് തുടങ്ങുന്നത് സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടാണ്. സുബ്ഹാനല്ലാഹിന്റെ അർത്ഥം എന്താ? അത്ഭുതം കണ്ടാ പറയുന്ന വാക്കാണ്. അള്ളാഹിനെ ഞാൻ വാഴ്ത്തുന്നു, അള്ളാഹ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയല്ലോ, അള്ളാഹ് എത്ര വലിയ കഴിവുള്ള ആളാണ്. അള്ളാഹ്ക്ക് 100ൽ 10 മാർക്ക് കൊടുക്കുകയാണ്. അള്ളാഹിനെ ഞാൻ പുകഴ്ത്തുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. ഖുർആനാണ് അങ്ങനെ പറയാൻ നമുക്ക് പഠിപ്പിച്ചത്. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് ഇസ്രാഉം മിഅ്റാജും പോയതിനെ കുറിച്ച് അള്ളാഹ് തന്നെ ഖുർആനിൽ പറയുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. പിന്നെ ആകാശത്ത് 7 ആകാശത്തേക്കും സ്വർഗം നരകം കാണാനും അതിനപ്പുറം കാണാനും മലക്കുകൾ പോലും എത്താത്ത സ്ഥലത്തേക്ക് എത്താനും പോയ മുത്തുനബി. ആ മുത്തുനബിയെ ഇങ്ങനെ പോകാൻ സൗകര്യപ്പെടുത്തി കൊടുത്ത റബ്ബ് എത്ര വലിയ സുബ്ഹാനാണ്. അതേ വാക്കാണ് അവിടുത്തെ ജന്മത്തെ കുറിച്ച് പറയുന്നത്. ഒരു വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജന്മനാളിന്റെ സംഗതികൾ പറഞ്ഞ ഒരാൾ ഒരുമിച്ച് കൂടിയാൽ ഈ ജനിച്ച സംഭവം പറയാൻ ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനതിഹി യതവഖഉ. മുഖത്തിൽ നിന്ന് പ്രകാശം ഇങ്ങനെ അടിച്ചു വീശുന്ന നിലക്ക് ഭൂമിയിൽ പ്രസവിച്ചല്ലോ എന്റെ നബി സല്ലല്ലാഹു അലൈഹി. ഇത് പറയാൻ നമ്മുടെ വീട്ടിൽ ഒരാൾ മജ്ലിസ് സംഘടിപ്പിച്ചാൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള ജനിച്ച സംഭവത്തെ, റസൂലുള്ള ജനിച്ച മാസത്തെ, റസൂലുള്ളാഹിന്റെ ജനനത്തെ ഒരാൾ ബഹുമാനിച്ചുകൊണ്ട് അവൻ സമ്പാദിച്ച പൈസ എടുത്തിട്ട് ഫ്രൂട്ട്സ് വാങ്ങി, നല്ല ബിരിയാണിന്റെ അരി വാങ്ങി, നല്ല നാടൻ കോയിന്റെ കറി ഉണ്ടാക്കി. നാടൻ കോയി എന്നാവില്ല, ഏത് കറിയാവും? ഇന്ന് യാക്കൂബ് സഖാഫിന്റെ വീട്ടില് നാടൻ കോയി തങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോ എനിക്കും തിന്നാൻ പറ്റും. അള്ളാഹു ആ വീടിന് ബർക്കത്ത് ചെയ്യട്ടെ. ശ്രീതവർകളെ സ്വീകരിച്ച അവർക്ക് അള്ളാഹു ദുനിയാവിൽ ആഖിറത്തിലും വലിയ സന്തോഷവും സ്വീകരണവും നൽകുമാറാകട്ടെ. ഈ റഹ്മത്തായ മഴ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിനും റഹ്മത്ത് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ ബഹുമാനിച്ചിട്ടാണ് മോനെ നിന്റെ അപ്പുറത്തെ വീട്ടുകാര് മൗലിദ് കഴിച്ചത്. നിനക്ക് മണ്ടത്തരമാണെന്ന് തോന്നുന്നല്ലേ? ഉസ്താദുമാർക്ക് പൈസ കിട്ടാൻ, കുറച്ചാളുകൾക്ക് ബിരിയാണി അടിക്കാൻ, എന്ത് പിരാന്താണെന്ന് പിശുക്കൻ ചിന്തിച്ചില്ലേ? പിശുക്കന്മാർക്ക് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. സ്വന്തമായി ഭക്ഷണവും ഇല്ല, മക്കൾക്ക് മരുന്നുമില്ല, ഉസ്താദുമാർക്ക് പൈസയുമില്ല, മൗലിദുമില്ല, ദുനിയാവുമില്ല, ആഖിറവുമില്ല. ആഖിറത്തിൽ വിജയിക്കാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിനെ ബഹുമാനിച്ച് മൗലിദ് നിന്റെ വീട്ടിൽ സംഘടിപ്പിക്കുന്നത്. അത് വലുതായി സംഘടിപ്പിക്കുന്നത് ഉസ്താദുമാരാണ്. ഉസ്താദുമാർക്ക് പൈസ ഉണ്ടായാൽ ഞാൻ ചിന്തിക്കും ഞാൻ വലിയ മൗലിദ് കഴിക്കുന്നു. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് ഉഹുദ് മലയോളം സ്വർണം അല്ലാഹ് തരുകയാണെങ്കിൽ മുത്തുനബിയുടെ മൗലിദ് ഓതാനുള്ള സദസ്സിന് ഞാൻ അത് ഒരുക്കും. ആ പൊന്നിനെ ഞാൻ അങ്ങനെ ചെലവഴിക്കും. നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർക്ക് പൈസ കിട്ടിയാൽ വലിയ മൗലിദ് കഴിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ യാക്കൂബ് സഖാഫിക്കും എല്ലാവർക്കും നമുക്കും എല്ലാം ധാരാളം പൈസ തരട്ടെ. ഞാൻ നാളെ രാത്രി നമ്മുടെ പള്ളിയിലില്ല,
കഴിയുന്നില്ല. ഞാൻ മുമ്പ് ജോലി ചെയ്ത സുള്ളിയയിലെ ഇറുവമ്പള്ള എന്ന സ്ഥലത്തേക്ക് പോകുന്നു. ഇറുവമ്പള്ള എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? മാപ്പിളടുക്ക മക്കാമ് കേട്ടിട്ടില്ലേ? ആ മക്കാം ഉൾക്കൊള്ളുന്ന മഹല്ലിലാണ് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ ഖത്തീബായിട്ടുള്ളത്. അവിടുത്തെ പ്രസിഡന്റ് ഒരു സായിദി ഉസ്താദാണ്, അഷ്റഫ് സായിദി, AB അഷ്റഫ് സായിദി. അയാള് ബിരിയാണിയൊക്കെ വിളമ്പിട്ട് തിന്നുന്ന നമ്മളെ കല്യാണത്തിന്റെ അവിടെയുള്ള കടലാസിന്റെ ആ പാത്രം ഉണ്ടാക്കുന്ന മിഷൻ കൊണ്ടുവന്ന് വീട്ടിൽ അയാള് ഫാക്ടറി തുടങ്ങി. വലിയ മുതലാളിയാണ്, ഇപ്പോ പള്ളിന്റെ പ്രസിഡന്റുമാണ്. നമ്മളോടൊക്കെ വലിയ മഹബത്താണ്. കഴിഞ്ഞ വർഷം മൗലിദിന് പോകാത്തതുകൊണ്ട് എന്നോട് വലിയ ബേജാറായിരുന്നു. ഈ വർഷം എന്തായാലും പോണമെന്ന് തീരുമാനിച്ച് നാളെ ഇൻഷാ അല്ലാഹ് പോകും. ആ വീട്ടിൽ അയാളുടെ ഫാക്ടറി ആ വീടിന്റെ മുറ്റത്താണ്. അവിടെ വെച്ചിട്ട് വലിയ ഗ്രാൻഡ് മൗലിദ് അദ്ദേഹം കൊല്ലം കഴിക്കുകയാണ്. കഴിക്കുമ്പോ അയാൾ എന്തെങ്കിലും ഒരു നിയ്യത്ത് വെക്കും. അടുത്ത വർഷം അത് പൂർത്തിയാകാറുണ്ട്. അയാള് വേറെ ബിൽഡിങ്ങുകൾ എടുക്കുന്നുണ്ട്. ഓരോ ബിൽഡിങ്ങും അയാൾ നിയ്യത്ത് ചെയ്യുന്നത് ഈ മൗലിദിന്റെ സദസ്സിലാണത്രേ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പൊന്നുമോൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് അസ്ഹരി ഉസ്താദ് അവിടെ പ്രസംഗം നടത്താൻ വരും. ആ ഭാഗത്തുള്ള സയ്യിദിന്റെ ദുആ ഉണ്ടാവും, മുർദാ മജ്ലിസ് ഉണ്ടാവും. മൗലിദിന് മുന്ന് മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരുമുണ്ട്. പോയവർക്കെല്ലാം നല്ല കവറാണ്, പൈസയുള്ള കവർ, കാലി കവറല്ല. ബഹുമാനപ്പെട്ട ഉസ്താദിന് അല്ലാഹു ഇനിയും ഇസ്സത്തും പൈസയും അതുപോലെ മഹബത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മരിച്ച ഉപ്പാന്റെ ഖബർ സ്വർഗമാക്കട്ടെ. മൗലിദ് കഴിച്ചാൽ ഉസ്താദുമാർക്ക് പൈസ ഉണ്ടായാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന സബബൻ ലിഖറാഅതിഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള മൗലിദ് കഴിക്കാൻ ഒരാൾ ഒരു വീട്ടിൽ കാരണക്കാരനായാൽ, ഞാൻ ഓരോ സദസ്സ് ഒരുക്കിയിട്ട് ആളുകളെ വിളിച്ചാൽ ലാ യഖ്റുജു മിനദ് ദുനിയാ, ദുനിയാവുന്നവൻ മരിച്ചു പോകൂല ഇല്ലാ ബിൽ ഈമാൻ, ഈമാൻ കിട്ടിയിട്ടല്ലാതെ, ഈമാനോടെ അല്ലാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടല്ലാതെ അവൻ ഈ ദുനിയാവുന്ന് മരിക്കൂല. ബഹുമാനപ്പെട്ട സയ്യിദ് അലി റളിയല്ലാഹു അൻഹു ആണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇവിടെ വന്ന സയ്യിദ് തങ്ങൾ ഉപ്പാപ്പാന്റെ പരമ്പര ചെന്ന് അവസാനിക്കുന്ന അവരുടെ എല്ലാം വലിയ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അലി കറമല്ലാഹു തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഞാൻ നിർത്തട്ടെ. വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. എല്ലാ കൊല്ലവും മൗലിദ് കഴിക്കുന്ന, മൗലിദിനൊരു പിശുക്കും കാണിക്കാത്ത ആൾക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാമെന്ന് അലിയും കറമല്ലാഹു വജ്ഹു തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സുയൂത്തി തങ്ങൾ ഇതൊക്കെ വിശദീകരിച്ചു പറയുന്നുണ്ട്. മാമിൻ മുസ്ലിമിൻ ഖറാ ഫീ ബൈതിഹി മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ സ്വന്തം വീട്ടിൽ മൗലിദ് കഴിച്ചാൽ ഇല്ലാ റഫഅല്ലാഹു ബിഹാ, റഫഅല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് അല്ലാഹു ഉയർത്തും അൽ ഖഹ്ത, മഴയില്ലായ്മയെ. ബറം പിടിക്കൂല, ഉണങ്ങൂല, മഴ കിട്ടും. വൽവബാ, പകർച്ചവ്യാധി വരൂല, കൊറോണ ബാധിക്കൂല. ഇപ്പൊ എന്താന്ന് പുതിയത് വന്നത്? എന്ത് ബോക്സ്? കേരളത്തിൽ ഒന്ന് വന്നിട്ടുണ്ട്. അത്ര ഒരു പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. അല്ലാഹു എല്ലാ ബലാ മുസീബത്തുകളും നമ്മളെ കാക്കട്ടെ. തലേമത്തട്ടി എന്ന രോഗം പണ്ടൊക്കെ വന്നാലോ, തലേമത്തട്ടി പെട്ടെന്ന് മൂക്കുത്ത് ചോര വരാ, അവിടെ തന്നെ വീണ്ടും മയ്യത്താവാണ്. അവനെ പിടിക്കാൻ വരുന്നവരും അവനും മരിക്കുകയാണ്. ഒരു നാട്ടിൽ തന്നെ ഒരേ ദിവസം 100 കണക്കിന് ആളുകൾ മരിക്കുക. അങ്ങനത്തെ ഒരു കൊറോണ നമ്മൾ കണ്ടിട്ടില്ല. നമ്മ സാധാരണ കൊറോണയാണ് കണ്ടത്, സോപ്പിട്ടാ ചാകുന്ന കൊറോണയാണ് നമ്മൾ കണ്ടത്. ഇത് തലേമത്തട്ടി എന്ന രോഗം ബഹുമാനപ്പെട്ട സയ്യിദുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിനെ ബഹുമാനിച്ചോ. ഞാനൊരു കിതാബ് എഴുതി തരാം. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം എഴുതിയ മൗലിദിനെ ചുരുക്കിയിട്ട് ഞാൻ എഴുതിത്തരാൻ. ചുരുക്കി എഴുതിയത് അറബിയിൽ മങ്കൂസ് എന്നതിന് പേര് വെച്ചു. അതാണ് നമ്മളെ മങ്കൂസ് മൗലിദ്. അന്ന് ആ മൗലിദ് എല്ലാ വീടുകളിലും ഓതി ആ രോഗം ഇല്ലാതായി പോയി. മങ്കൂസ് മൗലിദ് ഉണ്ടാക്കാനുള്ള സ്റ്റോറി എന്താ? അന്ന് അവിടെ പ്ലേഗ് പോലത്തെ പകർച്ചവ്യാധി, കൊറോണ പോലത്തെ തലേമത്തട്ടി എന്ന രോഗം പെട്ടെന്ന് മൂക്കുന്ന ചോര വരിക അമേരിക്ക. ഇപ്പൊ വന്ന രോഗം പറയുന്ന ശരീരം മുഴുവനും ഒരു പൊക്കളം വരികയാണ്, ഇങ്ങനെ കുരു വരികയാണ്, അത് പൊട്ടിയിട്ട് മരിക്കുകയാണ്.
എംപോക്സ് അല്ലെ, എംപോക്സ്. ആ രോഗം കേരളത്തിൽ ഒരാൾക്ക് സ്ഥിരീകരിച്ചു. അള്ളാഹു കാക്കട്ടെ. അത് വന്നു കഴിഞ്ഞാൽ അത് എവിടുന്നാ വന്നതെന്നറിയോ? സാൻ സിസ്കാരിയ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഒരു സ്ഥലത്തു നിന്നാണ്. അത് ആരുടെ നാടാണ്? അത് ഗെയ് കപ്പിളിന്റെ സംസ്ഥാനമാണ്. ഗെയ്സ് എന്ന് പറഞ്ഞാൽ ആണും ആണും കല്യാണം കഴിക്കുന്ന സ്ഥലം. പെണ്ണ് വേണ്ട അവർക്ക്, ആണും ആണും കപ്പിളാകുകയാണ്. ആണും ആണും പുതിനാട്ടിയല്ല, പുതിയാപ്പിളയും അങ്ങനത്തെ കളി നടത്തുന്ന ജാഗയിൽ വന്ന രോഗമാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അള്ളാഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ട് ആ വന്നിടത്ത് തന്നെ അള്ളാഹു അവനെ ഇല്ലാതാക്കി ലോകത്തെ മുഴുവനും അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അവനിൽ നിന്ന് വബാ നീങ്ങുമെന്ന് സുയൂത്തി ഇമാം പറയുകയാണ്. ആ കഴിച്ച വീട്ടിൽ, ആ മൗലിദ് കഴിച്ച വീട്ടിൽ വബാ ഗറുല വൽ ഹർഖ, ആ വീടിന് തീ പിടിക്കൂല, വൽ ഗർഖ, ആ വീട്ടിൽ ആരും മുങ്ങി മരിക്കൂല, മറ്റുള്ള ആപത്തുകളൊക്കെ അല്ലാഹു ഉയർത്തിക്കളയും. ആ വീടിനെ തൊട്ട്, വീട്ടിന്റെ അഖിലുകാരെ തൊട്ട് അവസാനം പറയുകയാണ് ജവാബ് മുൻകരിം വനകീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله الله أكبر. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞ് അവസാനിപ്പിച്ചത് ഞാനും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ജവാബു മുൻകരിം വനകീർ. എല്ലാ വർഷവും മൗലിദ് കഴിക്കുന്ന മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തെ ബഹുമാനിച്ച് ആദരിക്കുന്ന മനുഷ്യൻ, അവന് മുൻകർ നകീറിന്റെ ചോദ്യം ഉണ്ടാവൂല. ഉള്ളത് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നാണ് പറഞ്ഞത്. ജവാബ് മുൻകരിം നകീർ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചവൻ, അവിടത്തെ സ്നേഹിച്ചവൻ, നിഷ്ഠവച്ചവൻ, അവിടത്തെ പേരിൽ സലാത്ത് ചൊല്ലുന്ന നാരിയത്ത് സലാത്തിന്റെ സദസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവർ, ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് നമ്മളൊന്ന് തീരുമാനിക്കണമെന്ന് പറഞ്ഞല്ലോ. എവിടെ നമുക്ക് പോയിട്ട് ബാക്കിയുണ്ടെങ്കിലും ജോലിയുണ്ടെങ്കിലും ഈ സലാത്ത് ഇവിടെ മാസം തോറും നടക്കുമ്പോ ചെറിയ സദസ്സാണെന്ന് കരുതണ്ട. നാരിയത്ത് സലാത്തിന്റെ വേദിയിൽ ഞാൻ പോയില്ലെങ്കിൽ അവിടെ ഒരാൾ ആബ്സെന്റ് ആയി, അങ്ങനെ മറ്റൊരാൾക്ക് ഇൻട്രസ്റ്റ് പോകും. അങ്ങനെ ആളുകൾ കുറഞ്ഞു വരുന്നത് ഞാൻ കാരണമായി സംഭവിക്കും. മുത്ത് നബിയുടെ പേരിൽ സലാത്ത് തുടങ്ങിയ ഒരു സ്ഥലത്ത് നിന്ന് അത് മുടങ്ങിയാൽ ആ നാടിന് ശാപമാണ്. അതിന്റെ കാരണക്കാരൻ ഞാനാണ്. അതുകൊണ്ട് ഞാൻ അപകടത്തിലാകുമെന്ന് ചിന്തിച്ച് എല്ലാ സലാത്തിനും പങ്കെടുക്കാനുള്ള തീരുമാനം ഈ സയ്യിദ് അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് നടത്താം. അതിലേക്ക് ശീലണികൾ സമർത്ഥമായി കൊണ്ടുവന്നെത്തിക്കാം. അങ്ങനെ സലാത്തുകളിൽ പങ്കെടുക്കുന്നവനാകാം, കൃത്യമായി നിസ്കരിക്കുന്നവനാകാം, ഹറാമ് സ്വന്തം ചെയ്യൂല, മക്കൾ ചെയ്യുന്നത് കണ്ടായ എതിർക്കുന്നവനാകാം, എല്ലാ തിന്മകൾക്കെതിരെയും പോരാടുന്നവനാകാം, കല്യാണ വീട്ടിലെ വേണ്ടാത്തരങ്ങൾക്കൊരു എതിര് നിൽക്കുന്ന ചെറുപ്പക്കാരനാകാം, ഹറാമിയത്തിനെതിരെ, താടി വടിക്കൽ ഹറാമല്ലേ അതിനെതിരെ, പൊന്നിന്റെ വളയിടുന്നതും മാലയിടുന്നതും ഹറാമല്ലേ അതിനെതിരെ, ഇനി ഹലാലായ ജായിസായ സുന്നത്തായ വെള്ളിയുടെ ഒരു മോതിരത്തിന് പകരം 2 മോതിരം ഇടുന്നത് കണ്ടാൽ നീ അതിനെ എതിർക്കുന്നവനാവുക. അങ്ങനെ എല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലൂടെ വരുന്നവൻ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിന്റെ സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, അത് യഥാർത്ഥമാകണമെങ്കിൽ ഫത്തബിഊനി, നബിയെ പറയൂ, എന്നോട് പിൻപറ്റണം, എന്റെ സുന്നത്ത് എടുക്കണം, ധാരാളം സുന്നത്ത് നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, സ്വലാത്തുകൾ ചൊല്ലണം, തഹജ്ജുദ് നിസ്കരിച്ച ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് 100 ചൊല്ലണം. സലാത്ത് മുത്ത് നബിക്ക് വേണ്ടി ശൈഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞു തന്നതും അല്ലാത്തതും ചൊല്ലണം. അങ്ങനെ മുത്ത് നബിയെ സ്നേഹിച്ചവൻ ഖബറിലെത്തിയാൽ എല്ലാ വർഷവും മൗലിദുണ്ട്. മൗലിദ് സദസ്സുകളിൽ എവിടെയുണ്ടെങ്കിലും പോയി ജവാബ് ചൊല്ലുന്നുണ്ട്. അവന് ഖബറിൽ അല്ലാഹു ചോദ്യം എളുപ്പമാക്കും. ഒടുവിൽ അതാ മുത്ത് നബിയുടെ ഫോട്ടോ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. സുബ്ഹാനല്ലാഹ്,
നമുക്ക് കുടുംബമില്ല, നമ്മുടെ ഉപ്പയെ അന്വേഷിച്ചാൽ നാലാമത്തെ ഉപ്പാവുമ്പോ ഈ നാട്ടിലോ വേറെ ഏതെങ്കിലും നാട്ടിലോ ജീവിച്ച ഏതെങ്കിലും കാഫിറായിരിക്കും. നമുക്ക് മുത്തുനബിയോട് ചേർന്ന് നിൽക്കാം, മുത്തുനബിയിൽ ചേരാം. അവിടുത്തെ ഫോട്ടോ കാണുമ്പോ ഇതെന്റെ നേതാവാണെന്ന് ഖബറിൽ പറയണം. ഖബറിൽ നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ കൂട്ടുകാരനല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ അവിടത്തെ ശരിക്കും അവിടെ കാണിക്കലല്ലേ. അങ്ങനെ മുത്തുനബിയോട് ചേരാനായാൽ ഈ സയ്യിദന്മാരുടെ പൊരുത്തത്തോടെ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. ഇവിടുത്തെ സയ്യിദ്, ഇവിടെ ഇപ്പൊ എത്തിയ ഈ നാടിനെ ബഹുമാനിക്കുന്ന നാട്ടുകാരായ നമ്മൾ ആദരിക്കുന്ന സയ്യിദിന്റെ മഹത്വം അതല്ലേ. അവർക്ക് ഉപ്പയും ഉപ്പാപ്പയും ഉപ്പാപ്പാന്റെ ഉപ്പാപ്പയും അങ്ങനെ പോയാൽ എല്ലാവരും സംശുദ്ധരാണ്. അള്ളാഹു വൃത്തിയാക്കി ശുദ്ധിയാക്കി വളരെ സംശുദ്ധമായ അർവാഹുകളുടെ ഉടമകളായി പരമ്പരയായി വന്ന അവർ അവസാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോരയിൽ ചെന്ന് മുട്ടുമ്പോ അവിടുത്തെ രക്തത്തിന്റെ പരമ്പര ഏറ്റെടുത്തു വന്ന സയ്യിദവർക്ക് മുത്തുനബിയോട് ചേരാൻ എളുപ്പമായിരിക്കും. നമുക്ക് സ്വലാത്ത് ചൊല്ലിയേ പറ്റൂ, ഈ സയ്യിദന്മാരെ ദുആയിൽ പങ്കെടുത്തേ പറ്റൂ, അവരുടെ പൊരുത്തം മേടിച്ചേ പറ്റൂ. അല്ലാഹുവേ, ഈ സയ്യിദവர்கள் ഇവിടെ എത്തിയപ്പോ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് ആദരവോടെ മുത്തുനബിയെ കണ്ടതുപോലെ ഞങ്ങൾ ആദരിച്ചു സ്വാഗതം പറയുകയാണ്. ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീനീയ ഖിദ്മത്തിലായുള്ള ഐശ്വര്യത്തിലായിട്ടുള്ള ദീർഘായുസ് സയ്യിദവർക്കും അവിടുത്തെ പാരമ്പര്യത്തിനും നൽകണേ അല്ലാഹ്. അവിടത്തേക്ക് വേണ്ടി ദുആ ചെയ്ത കാരണം ഞങ്ങളെയും ഞങ്ങളെ മക്കളെ മക്കൾ പാരമ്പര്യത്തെയും മുത്തുനബിയുടെ മുഹിബ്ബീങ്ങളിൽ ഖബറിൽ വിജയിക്കുന്നവരിൽ ആഖിറത്തിൽ മുത്തുനബിയോടൊപ്പം ശഫാഅത്തിൽ കൂടുന്നവരാൽ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അല്ലാഹുവേ, എന്നെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ള ഇവിടുത്തെ കമ്മിറ്റി, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെയും സയ്യിദവർകളുടെയും എല്ലാ ദുആക്കും നീ ഉത്തരം നൽകണേ എന്നും പ്രാർത്ഥിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.